ഹലോ, എല്ലാവർക്കും ക്രിസ്പർ ലേണിംഗിന്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ സോൾവിംഗ് സെഷനിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത് 2021 ഐസർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിന്റെ ഫിസിക്സ് സെക്ഷനിലെ ക്വസ്റ്റ്യൻസ് ചെയ്യാൻ വേണ്ടിയാണ്. മൊത്തം 15 ക്വസ്റ്റ്യൻ ഉണ്ട് നമ്മുടെ മുമ്പിൽ. നമ്മൾ ഓരോ ക്വസ്റ്റ്യനിലൂടെയും പോകും. ഓരോ ക്വസ്റ്റ്യനിലൂടെയും പോകുമ്പോൾ വെറുതെ ഒരു ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് എങ്ങനെ ഉത്തരം കണ്ടുപിടിക്കാമെന്നുള്ളതല്ല, ഓരോ ക്വസ്റ്റ്യന്റെ പുറകിലുള്ള കോൺസെപ്റ്റ് എങ്ങനെയാണ്, ക്വസ്റ്റ്യൻ എങ്ങനെ വായിക്കാം, ഓപ്ഷൻസ് എങ്ങനെ വായിക്കണം, ക്വസ്റ്റിനെ എങ്ങനെ അപ്രോച്ച് ചെയ്യണം. നമ്മൾ ഒരുപാട് ഇക്വേഷൻ പഠിച്ചിട്ടായിരിക്കും നമ്മൾ ഫൈനൽ എക്സാമിന് പോവുക. അതിൽ നിന്ന് ഏത് ഇക്വേഷൻ ചൂസ് ചെയ്യണം, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾ ശ്രദ്ധിച്ചു വേണം പോകാൻ. ഫൈനൽ ആൻസർ അല്ല ഏറ്റവും ഇമ്പോർട്ടന്റ്, എങ്ങനെ ആ ഉത്തരത്തിൽ എത്തുന്നു എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. അപ്പൊ നമുക്ക് ഓരോ ക്വസ്റ്റ്യനിലേക്ക് മൂവ് ചെയ്യാം. ലെറ്റ് us സ്റ്റാർട്ട്. സോ ഫ്രം ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഇതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഫിസിക്സിലെ പ്രോബ്ലം നമ്പർ 46. നമുക്ക് വായിക്കാം. ക്വസ്റ്റ്യൻ ഓരോ ലൈൻ ബൈ ലൈൻ വൃത്തിക്ക് വായിക്കണം. A door of mass capital M and width L is hinged at one end and rotates about a vertical axis without friction. സോ ഇതാണ് ഡോറിന്റെ ഒരു ഫ്രണ്ട് വ്യൂ. നമ്മൾ ഡോർ ഇവിടെ ആണെങ്കിൽ ഞാൻ ഡോറിനെ നോക്കുമ്പോൾ ഞാൻ ഡോറിനെ ഇങ്ങനെയാണ് കാണുക. അപ്പൊ ഡോറിന്റെ മാസ് എം ആണ്, വിഡ്ത്ത് എൽ ആണ്. ഡോറിനെ നമുക്ക് ഈ ആക്സിസിലൂടെ ഡോറിന് തിരിയാം. സോ ഇതാണ്, ഇവിടെയാണ് അതിനെ ഹിഞ്ച് ചെയ്തേക്കുന്നത്. സോ ഈ ആക്സിസിലൂടെ ഇതിനൊരു ഒമേഗ വെലോസിറ്റി തിരിക്കുക. ഇനി ഇതിനെ ഞാൻ ആ ഡോറിനെ തന്നെ ഞാൻ ടോപ്പ് വ്യൂ നോക്കുമ്പോൾ ഞാൻ ഒരു വരയായിരിക്കും കാണുന്നത്. അതാണ് ഞാൻ ടോപ്പ് വ്യൂ വരച്ചേക്കുന്നത്. സോ ഇവിടെയാണ് ഞാൻ ഹിഞ്ച് ചെയ്തേക്കുന്നത്. ഇനി എന്താ പറയുന്നത്? a bullet of mass m. സോ ഇവിടെ ഒരു ബുള്ളറ്റ് ഉണ്ട്. a bullet of mass m is fired with a velocity v and gets embedded in it. Fired perpendicular. സോ ഒരു വെലോസിറ്റി വിയിൽ ഞാൻ അതിനെ വിടുന്നു. അത് പെർപെൻഡിക്കുലർ ആയിട്ട് ആ ഡോറിനെ ഹിറ്റ് ചെയ്യുന്നു. എന്നിട്ട് അതിൽ എംബെഡ് ചെയ്യുന്നു. അതായത് ആ ഡോറിൽ കയറിയിരിക്കുകയാണ്. അതായത് ഹിറ്റ് ചെയ്ത് കഴിഞ്ഞ് ഡോറും ബുള്ളറ്റും തമ്മിലൊരു വേർതിരിവില്ല. രണ്ടും ഒന്നായി ഒന്നിനകത്ത് കയറി ഇരിക്കുകയാണെന്നാണ് പറയുന്നത്. അസ്യൂമിങ് ദ ഡോർ വാസ് സ്റ്റേഷനറി ഇനീഷ്യലി. അപ്പം ഒമേഗ ഇനീഷ്യൽ 0 ആണ്. ഓൾസോ ഒരു കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ട്. എത്ര ദൂരെയാണ് ഡിസ്റ്റൻസ് എക്സ് ഫ്രം ആക്സ് ഓഫ് റൊട്ടേഷൻ ആണ് ഇത് എംബഡ് ആവുന്നത്. സോ ഈ ദൂരം എന്താണ്? എക്സ് ആണ്. അസ്യൂമിങ് ദ ഡോർ വാസ് സ്റ്റേഷനറി ഇനീഷ്യലി, അതായത് ഇനീഷ്യലി ഒമേഗ 0 ആണ്. ഹൗ ഡസ് ദ റിസൾട്ടന്റ് ആംഗുലർ സ്പീഡ്, ഫൈനലി വരുന്ന ഒമേഗ, അതായത് ബുള്ളറ്റ് വന്ന് ഡോറിനെ ഇടിക്കുമ്പോൾ ഡോറ് കറങ്ങുമല്ലോ. അപ്പൊ ആ ഡോർ കറങ്ങുന്ന വെലോസിറ്റി എങ്ങനെ ഈ എക്സിനെ, നമ്മൾ ഇവിടെ വരച്ചേക്കുന്ന ഈ എക്സിനെ എങ്ങനെ ഡിപ്പെൻഡ് ചെയ്യുമെന്നാണ് ചോദ്യം. ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻസ് ഒറ്റ നോട്ടത്തിൽ ഓപ്ഷൻസ് ഒന്നും കാണുമ്പോൾ പ്രശ്നമില്ല. പക്ഷെ ഏതെങ്കിലും സ്പെഷ്യലായിട്ട് തോന്നുന്നുണ്ടോ? ഓപ്ഷൻ ഡി കുറച്ച് സ്പെഷ്യലായിട്ട് തോന്നുന്നുണ്ട് അല്ലേ? കാരണം ഇവിടെ L/3 ഒക്കെ വരുന്നു. L/3 വരെ 0 ആണെന്ന്. അത് L/3 എവിടെ വരും? L/3 ഏകദേശം ഇവിടെ വരുമായിരിക്കും. അപ്പൊ L/3 വരെ ഒമേഗ 0 ആണ്. അതായത് ബുള്ളറ്റ് വന്ന് ഇവിടെ ഇടിച്ചാൽ ഡോറ് റൊട്ടേറ്റ് ചെയ്യില്ലെന്നാണ് പറയുന്നത്. പക്ഷെ നമ്മുടെ കോമൺ സെൻസ് വെച്ച് നമുക്കറിയാം ബുള്ളറ്റ് ഹിഞ്ചിന്ന് ഇച്ചിരി മാറി എവിടെ ഇടിച്ചാലും ചെറുതായിട്ടെങ്കിലും അതൊന്ന് റൊട്ടേറ്റ് ചെയ്യണം. അപ്പോൾ ഒരു ചെറിയ ആംഗുലർ വെലോസിറ്റി എങ്കിലും വേണം. പക്ഷെ ഓപ്ഷൻ ഡി പ്രകാരം ഒരു ആംഗുലർ വെലോസിറ്റി ഇല്ല. അപ്പോൾ ഓപ്ഷൻ ഡി തെറ്റാന്ന് ഒറ്റയടിക്ക് പറയാം. ഇനി ABC ഉണ്ട്. ഇനി ഇതിൽ ഏത് ശരിയാണെന്ന് എങ്ങനെ അറിയും? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. കൊളീഷൻ ആണ്. ഒരു സാധനം ഒന്നി വന്ന് കൊളൈഡ് ചെയ്യുന്നു. പുറത്ത്, അതായത് കൊളീഷൻ ചെയ്യുന്ന രണ്ട് ഓബ്ജക്ട്സ് ഏതൊക്കെയാ? ഒന്ന് ഡോറും ഒന്ന് ബുള്ളറ്റും. പുറത്തൊരു എക്സ്റ്റേണൽ ഫോഴ്സോ ടോർക്കോ ഒന്നുമില്ല. അപ്പൊ നമ്മൾ എന്തായിരിക്കും ഉപയോഗിക്കേണ്ടേ? മൊമെന്റം കൺസർവേഷൻ ഉപയോഗിക്കണ്ടേ? കൊളീഷനിൽ നമ്മൾ എപ്പോഴും മൊമെന്റം കൺസർവേഷൻ ഉപയോഗിക്കുന്ന. ഇനി ഏത് മൊമെന്റം കൺസർവേഷൻ ഉപയോഗിക്കണം? ഇവിടെ റൊട്ടേഷൻ അല്ലേ നടക്കുന്നത്. അപ്പൊ എന്ത് മൊമെന്റം കൺസർവേഷൻ ഉപയോഗിക്കണം? ആംഗുലാർ മൊമെന്റം കൺസർവേഷൻ ഉപയോഗിക്കണം. അപ്പൊ നമുക്ക് ആംഗുലാർ മൊമെന്റം എന്താന്ന് പെട്ടെന്നൊന്ന് റിവൈസ് ചെയ്താലോ? പെട്ടെന്ന് നമുക്ക് ആംഗുലാർ മൊമെന്റം റിവൈസ് ചെയ്യാം. ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ ഈ പ്രോബ്ലം സോൾവിംഗ് സെഷനും കൊണ്ട് നമ്മൾ വെറുതെ എന്തെങ്കിലുമൊക്കെ ചെയ്യുക എന്നല്ല ഉദ്ദേശിക്കുന്നത്. നമ്മൾ നമ്മുടെ കോൺസെപ്റ്റ്സ് കൂടെ സൈമൾട്ടേനിയസ്ലി റിവൈസ് ചെയ്ത് പോകാനാണ് നമ്മൾ ഈ പ്ലാറ്റ്ഫോമിൽ കൂടിയിരിക്കുന്നത്. സോ ആംഗുലാർ മൊമെന്റ് L എന്താണ്? L is mv ക്രോസ് r ഫോർ എ പോയിന്റ് പാർട്ടിക്കിൾ. ഒരു പോയിന്റ് പാർട്ടിക്കിളിന്റെ ആംഗുലാർ മൊമെന്റ് mv ക്രോസ് r ആണ്. v എന്ന് പറഞ്ഞാൽ വെലോസിറ്റി, r എന്ന് പറഞ്ഞാൽ പൊസിഷൻ വെക്ടർ. അത് നിങ്ങൾക്ക് അറിയാം പാർട്ടിക്കിളിന്. പിന്നെ ഒരു റിജിഡ് ബോഡി ആണെങ്കിൽ എന്താണ്? I ഒമേഗയാണ്. I എന്ന് പറഞ്ഞാൽ മൊമെന്റ് ഓഫ് ഇനേർഷ്യ, ഒമേഗ എന്ന് പറഞ്ഞാൽ ആംഗുലാർ വെലോസിറ്റി. സോ ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഇനി നമുക്ക് ഇത് ഉപയോഗിച്ച് ജസ്റ്റ് ആംഗുലാർ മൊമെന്റം കൺസർവേഷൻ അപ്ലൈ ചെയ്യാം. L ഇനീഷ്യൽ is equal to L ഫൈനൽ. ഇനി L ഇനീഷ്യൽ നമുക്ക് എഴുതാം. L ഇനീഷ്യൽ എഴുതാനായിട്ട് ഇനീഷ്യലി ഡോറിന് ആംഗുലാർ മൊമെന്റം ഇല്ല, കാരണം ഡോർ റെസ്റ്റിലാണ് നമുക്ക് തന്നിട്ടുണ്ട്. സോ ഡോറിൻ്റെത് 0. ഇനി ബുള്ളറ്റിന്റെ എന്താ? ബുള്ളറ്റ് ഒരു പോയിന്റ് പാർട്ടിക്കിൾ ആണ്. സോ mv ക്രോസ് r. mv ക്രോസ് r എന്ന് പറയുമ്പോൾ mvr സൈൻ തീറ്റ. r എന്ന് പറഞ്ഞാൽ ആക്സ് ഓഫ് റൊട്ടേഷൻ എന്നുള്ള പൊസിഷൻ വെക്ടർ. അതായത് r എങ്ങനെ ഇരിക്കും? ഇങ്ങനെ ഇരിക്കും r.
അപ്പൊ ആർ എന്ന് പറയുമ്പോൾ ആറിന്റെ ദൂരം എത്രയാ, എത്ര ദൂരെയാ വന്ന് ഹിറ്റ് ചെയ്യുന്നത്, എക്സ് ദൂരെ. അപ്പൊ ആർ എന്ന് പറഞ്ഞ എക്സ് ആണ്. ഏത് ആംഗിളാണ്, വിയും. തീറ്റ എന്ന് പറഞ്ഞാൽ വിയും ആറും തമ്മിലുള്ള ആംഗിളാ. ആറ് ദാ ഇങ്ങോട്ടാണ് ഇരിക്കുന്നത്, ആർ ഇങ്ങോട്ട്, വി മോളിലോട്ട്. അപ്പൊ ഇത് തമ്മിലുള്ള ആംഗിൾ നമുക്ക് 90 തന്നിട്ടുണ്ട്. സോ ജസ്റ്റ് എഴുതുക. സോ ദിസ് ഇസ് എം വി എക്സ് സൈൻ 90. സൈൻ 90 എന്താ, 1. സോ ഇതെന്താണ്, എം വി എക്സ് ആണ്. ഇനി ഫൈനൽ ആംഗുലാർ മൊമെന്റം എന്താണ്? ഫൈനൽ ആംഗുലാർ മൊമെന്റം എന്ന് പറഞ്ഞാൽ ബുള്ളറ്റ് കയറി ഡോറിൽ ഇരുന്ന് ഡോർ തിരിയുക, അപ്പൊ ഡോറിന്റെ ആംഗുലാർ മൊമെന്റം, ടോട്ടൽ സിസ്റ്റത്തിന്റെ ഡോറിന്റെയും ബുള്ളറ്റിന്റെയും കൂടെ. പക്ഷെ നമുക്ക് ക്വസ്റ്റ്യന് തന്നിട്ടുണ്ട് ബുള്ളറ്റിന്റെ മാസ് എന്ന് പറഞ്ഞാൽ ഡോറിന്റെ മാസിന് വളരെ കുറവാണ്. സോ ബുള്ളറ്റ് അകത്തോട്ട് കയറി എന്ന് പറഞ്ഞാൽ ഡോറിന്റെ മൊമെന്റ് ഓഫ് ഇനർഷ്യക്ക് വലിയ വ്യത്യാസമൊന്നും വരാൻ പോകുന്നില്ല. അപ്പൊ എൽ ഫൈനൽ എന്ന് പറയുമ്പോൾ അത് ഐ ഡോർ ടൈംസ് ഒമേഗ ആയിരിക്കും. ഡോർ ഒരു റിജിഡ് ബോഡിയാണ്, പോയിന്റ് പാർട്ടിക്കിൾ അല്ല. സോ നമുക്ക് രണ്ടാമത്തെ ഫോർമുല ഉപയോഗിക്കണം, ഐ ഡോർ ടൈംസ് ഒമേഗ ആയിരിക്കും. ഇനി ഇത് രണ്ടും ഇക്വേറ്റ് ആംഗുലാർ മൊമെന്റം കൺസർവേഷൻ വെച്ച് അപ്പൊ നമുക്ക് എന്ത് കിട്ടുന്നു, എം വി എക്സ് ഐ ഡോർ ഒമേഗ. അപ്പൊ ഒമേഗ എന്താന്ന് കിട്ടി പറഞ്ഞേ, ഒമേഗ എം വി ബൈ ഐ ഡോർ എക്സ്. നോക്കിയേ, ഇതൊരു കോൺസ്റ്റന്റ് അല്ലേ. അപ്പൊ y ഈക്വൽ ടു ഒരു കോൺസ്റ്റന്റ് ടൈംസ് എക്സ് എന്ന് പറഞ്ഞാൽ അതിന്റെ പ്ലോട്ട് എങ്ങനെ വരുവാടാ, y ഈക്വൽ ടു എ കോൺസ്റ്റന്റ് ടൈംസ് എക്സ് ഇസ് എ സ്ട്രെയിറ്റ് ലൈൻ പാസിംഗ് ത്രൂ ഒറിജിൻ. ഈ ഓപ്ഷൻസ് ഏതാ സ്ട്രെയിറ്റ് ലൈൻ പാസിംഗ് ത്രൂ ഒറിജിൻ? ഓപ്ഷൻ എ ആണ് സ്ട്രെയിറ്റ് ലൈൻ പാസിംഗ് ത്രൂ ഒറിജിൻ. ഓപ്ഷൻ എ ഇസ് ദ റൈറ്റ് ആൻസർ. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഇനി നമുക്ക് സെക്കൻഡ് ക്വസ്റ്റ്യനിലേക്ക് വരാം. സെക്കൻഡ് ക്വസ്റ്റ്യൻ പറയുന്ന ബോഡി ഓഫ് മാസ് എം എക്സിക്യൂട്ട് സിമ്പിൾ ഹാർമോണിക് മോഷൻ ഓസിലേഷൻസ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. വിത്ത് ടൈം പീരീഡ് ടി ആൻഡ് എനർജി, വാട്ട് ഇസ് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് മാക്സിമം ആക്സിലറേഷൻ? അപ്പൊ ആക്സിലറേഷന്റെ എക്സ്പ്രഷൻ നമുക്ക് എഴുതാം. ആക്സിലറേഷന് ഫോഴ്സ് വേണം. അപ്പൊ ഫോഴ്സ് എന്താണ്, സിമ്പിൾ ഹാർമോണിക് ഓസിലേഷനിൽ ഫോഴ്സ് നമുക്കറിയാം എഫ് എസ് മൈനസ് കെ എക്സ് ആണ് നമുക്കറിയാം. എഫ് എന്ന് പറഞ്ഞാൽ ഇനി ന്യൂട്ടൺസ് ലോ അനുസരിച്ച് എന്താണ്, ദാറ്റ് ഇസ് മാസ് ടൈംസ് ആക്സിലറേഷൻ വിച്ച് ഇസ് മൈനസ് കെ എക്സ്, which implies A is equal to kx by m. മാഗ്നിറ്റ്യൂഡ് ആണ് ഞാൻ എഴുതുന്നത്, മാഗ്നിറ്റ്യൂഡ് എഴുതുന്നുള്ളൂ. മാഗ്നിറ്റ്യൂഡ് എഴുതുന്നതെന്ന് വെച്ചാൽ നമുക്ക് മാക്സിമം ആക്സിലറേഷൻ ആണ് വേണ്ടത്. സോ ഞാൻ മാഗ്നിറ്റ്യൂഡ് നോക്കിയാൽ മതി. സോ ഇനി കെ എക്സ് ബൈ എം, കെ ഒരു കോൺസ്റ്റന്റാ, എം ഒരു കോൺസ്റ്റന്റാ. പക്ഷെ എക്സ് എന്ന് പറഞ്ഞ പൊസിഷനാ, അത് വേരി ചെയ്യും. എക്സ് മാക്സിമം ആകുമ്പോഴാണ് ആക്സിലറേഷൻ മാക്സിമം ആവുക. ഇനി എ മാക്സ് എന്ന് പറഞ്ഞപ്പോ എന്തായിരിക്കും, കെ ബൈ എം ടൈംസ് എക്സ് മാക്സ്. ഒരു ഓസിലേഷനില് മാക്സിമം ഡിസ്പ്ലേസ്മെന്റിനെ നമ്മൾ എന്താ വിളിക്കുന്നത്, ആംപ്ലിറ്റ്യൂഡ്. സോ കെ എ ബൈ എം ആയിരിക്കും. നിങ്ങൾ ചാപ്റ്ററിൽ പഠിച്ചതാണ്. ഇനി മാക്സിമം ആക്സിലേഷൻ കിട്ടി കെ എ ബൈ എം. പക്ഷെ ഏതെങ്കിലും ഓപ്ഷന് കെ എ ബൈ എം ഉണ്ടോ? ഇല്ല. കാരണം എന്താ, ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത് ടൈം പീരീഡിന്റെയും എനർജിയുടെയും ടേംസ് എഴുതാൻ. അപ്പൊ നമുക്ക് ഇതിനെ ടൈം പീരീഡിന്റെ എനർജിയുടെയും ടേംസ്, ഇനി ഉത്തരം എഴുതിയാൽ മതി. ഇനി ടൈം പീരീഡിന്റെ എനർജിയുടെയും ടേംസ് എഴുതി നമുക്ക് അത് മാറ്റാം. ഇനി എനർജി തന്നിട്ടുണ്ട്. അപ്പൊ എനർജി എടുക്കാൻ വേണ്ടി, എനർജി എന്ന് വെച്ചാൽ എന്താ, ടോട്ടൽ എനർജി ഓഫ് എ സിമ്പിൾ ഹാർമോണിക് ഓസിലേഷൻ നമുക്കറിയാം, ഹാഫ് കെ എക്സ് സ്ക്വയർ പ്ലസ് ഹാഫ് എം വി സ്ക്വയർ ആണ്. കൈനറ്റിക് എനർജി പ്ലസ് പൊട്ടൻഷ്യൽ എനർജി. ഇനി ഈ ടോട്ടൽ എനർജി എക്സ്ട്രീം പൊസിഷനിലാവുമ്പം നിങ്ങൾ നോക്കി, ഒരു സംഭവം ഇങ്ങനെ ഓസിലേറ്റ് ചെയ്യാന്നിരിക്കട്ടെ, അങ്ങനെ ഓസിലേറ്റ് ചെയ്യാണ്. എക്സ്ട്രീം പൊസിഷനിൽ എത്തുമ്പോൾ ഇത് റെസ്റ്റ് വരും. എക്സ്ട്രീം പൊസിഷനിൽ എത്തിയിട്ട് റെസ്റ്റ് വന്നിട്ട് തിരിച്ചു വരുന്നത്. അപ്പൊ എക്സ്ട്രീം പൊസിഷനിലെ ടോട്ടൽ എനർജി കൺസേർവ്ഡ് ആയതുകൊണ്ട് തന്നെ നിങ്ങൾ ഇത് പഠിച്ചിട്ടുണ്ട്, ടോട്ടൽ എനർജി ഹാഫ് കെ എ സ്ക്വയർ ആയിരിക്കും. അപ്പം എക്കുള്ള എക്സ്പ്രഷൻ നമുക്ക് ഇവിടുന്ന് കിട്ടി. എ സ്ക്വയർ എന്തായി, 2e ബൈ കെ ആയി, ഇല്ലേ? അതായത് എ എന്തായി, സ്ക്വയർ റൂട്ട് ഓഫ് 2e ബൈ കെ. ഇത് ഞാൻ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ എ മാക്സ് എനിക്ക് എന്തെന്ന് കിട്ടി, that is equal to k by m square root of 2e by k. ഇനി റൂട്ട് കെ ക്യാൻസൽ ആയി, സ്ക്വയർ റൂട്ട് ഓഫ് 2ek by m എന്ന് വന്നു. പക്ഷെ എന്നിട്ടും നമുക്ക് ഉത്തരത്തിലെത്താൻ പറ്റിയിട്ടില്ല. കാരണം കെയും എലിമിനേറ്റ് ചെയ്യണം. നമുക്ക് ഉത്തരം എന്തിന്റെ ടേംസിലാണ് വേണ്ടത്, ടിയുടെ ടേംസിലാണ് വേണ്ടത്. അപ്പൊ ഇനി ടി പറഞ്ഞ് ടൈം പീരീഡ് ഓഫ് എ സിമ്പിൾ ഹാർമോണിക് ഓസിലേറ്റർ, എല്ലാവർക്കും അറിയാവുന്ന ഏറ്റവും ബേസിക്, ബോർഡ് എക്സാമിന് പോലും പല പ്രാവശ്യം ഡെറിവേഷൻ റിപ്പീറ്റ് ചെയ്യുന്ന ഒരു ക്വസ്റ്റൻ ആണ്. ടൈം പീരീഡ് എന്താണ്, 2π റൂട്ട് ഓഫ് m ബൈ കെ ആണ്. കെ ഇവിടുന്ന് കണ്ടുപിടിച്ച് നമുക്ക് ഇവിടെ ഒരു റൂട്ട് കെ ഉണ്ട്, ആ റൂട്ട് കെ എലിമിനേറ്റ് ചെയ്താൽ കഴിഞ്ഞു. അപ്പൊ റൂട്ട് കെ ഇതിൽ നിന്ന് എന്താന്ന് പറഞ്ഞ റൂട്ട് കെ ഇങ്ങോട്ട് എടുക്കുക. സോ ഇത് 2π ബൈ ക്യാപിറ്റൽ ടി റൂട്ട് എം ആയിരിക്കും. ഇത് ഞാൻ ഇങ്ങോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഇത് ഞാൻ ഇങ്ങോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എനിക്ക് എന്താ കിട്ടുക, റൂട്ട് 2e ഉണ്ട്, ഇവിടെ ഒരു m ഉണ്ട്. റൂട്ട് കെക്ക് ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 2π ബൈ ടി റൂട്ട് എം എന്ന് വരും. അതായത്
ഞാനൊന്ന് റീഅറേഞ്ച് ചെയ്താൽ ഇവിടെ ഒരു ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും ഓരോ റൂട്ട് എം ഉണ്ട്, അതൊരു 1/√m തരും. സോ 2√2 വരും, ഒരു പൈ ഉണ്ട്, ഡിവൈഡഡ് ബൈ ഒരു √m ഉണ്ട്, ഒരു ടി ഉണ്ട്, പിന്നെ ഒരു √e കൂടെ വരും. ഇതിങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടോ നമുക്ക്? 2√2 പൈ √t/e/m. നോക്കിയേ, ഓപ്ഷൻ എ ആണ്. ഓപ്ഷൻ എ ആണ് ഇതിലെ കറക്റ്റ് ആൻസർ. നമുക്ക് മൂന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. An athlete runs on a straight track. She starts from rest. അതായത് റെസ്റ്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു. എന്നിട്ട് എന്താ പറ്റുന്നത്? കോൺസ്റ്റന്റ് ആക്സിലറേഷനിൽ പോവുകയാണ് 2 സെക്കൻഡ്. സോ ഇവിടെ ടൈം 0 ആണ്. കോൺസ്റ്റന്റ് ആക്സിലറേഷനിൽ 2 സെക്കൻഡ് വരെ പോയി. ഇവിടെ ആക്സിലറേഷൻ ഒരു കോൺസ്റ്റന്റ് ആണെന്ന് പറഞ്ഞു. ഓക്കെ, ഫൈൻ. ഇവിടുത്തെ സ്പീഡും തന്നിട്ടുണ്ട്. എത്രയായി? 9 m/s. ഓക്കെ, ഇനി അടുത്ത എന്താ പറഞ്ഞേ? ഷീ ദെൻ കണ്ടിന്യൂസ് അറ്റ് എ കോൺസ്റ്റന്റ് സ്പീഡ്, അതായത് 9 m/s തന്നെ പിന്നെ ഓടുകയാണ്. കുറച്ച് ദൂരം, എത്രയാ നമുക്കറിയില്ല, എത്രയോ ദൂരം. കോൺസ്റ്റന്റ് സ്പീഡ് എന്ന് പറഞ്ഞാൽ ആക്സിലറേഷൻ 0 ആക്സിലറേഷന് കുറച്ച് ദൂരം കൂടി ഓടി. ഫോർ സം ടൈം, ടൈം എത്രയാണെന്ന് നമുക്ക് പറഞ്ഞില്ല. അപ്പൊ നമുക്ക് ടൈമിനെ നമുക്ക് t1 എന്ന് എടുക്കാം. അപ്പൊ വി കോൺസ്റ്റന്റ് ആയതുകൊണ്ട് ഇവിടെ വി എന്തായിരിക്കും? 9 m/s തന്നെ ആയിരിക്കും, കാരണം കോൺസ്റ്റന്റ് സ്പീഡിലാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ എന്ത് പറ്റി? സ്ലോയിങ് ഡൗൺ ടു എ ഹോൾട്ട്, അതായത് സ്റ്റോപ്പ് ചെയ്യുകയാണ്. അതായത് കുറച്ചു നേരം കൂടെ പിന്നെ ഒരു നെഗറ്റീവ് ആക്സിലറേഷൻ ലോഡ്, ആക്സിലറേഷൻ നെഗറ്റീവിലോടി, ഒരു മൈനസ് സം നെഗറ്റീവ് ആക്സിലറേഷൻ A'-ലോടി, A'-ലോടി റെസ്റ്റിലെത്തുകയാണ്. അത് ടൈം നമുക്കറിയില്ല, സം t2 എന്ന് എടുക്കാം. വി എന്താണ്? ഇവിടെ 0 ആയി. ഫ്രം സ്റ്റാർട്ട് ടു ഫിനിഷ് 12 സെക്കൻഡ്. ഓക്കെ, അപ്പൊ നമുക്ക് ടോട്ടൽ ടൈം കിട്ടി. ടി എന്ന് പറഞ്ഞാൽ 12 സെക്കൻഡ് ആണ്. ഇവിടെ ടൈം 12 സെക്കൻഡ് ആയിട്ടുണ്ട്. ഓക്കെ, the magnitude of her acceleration is twice the magnitude of deceleration. Magnitude of deceleration, എവിടെയാണ് ഡീസിലറേഷൻ നടന്നത്? ഇവിടെയാണ്. ഓക്കെ, ഞാൻ വേറൊരു കളർ ഉപയോഗിക്കാൻ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാകാതിരിക്കാൻ വേണ്ടി. ഇവിടെയാണ് ഡീസിലറേഷൻ നടന്നത്, ഇവിടെയാണ് ഡീസിലറേഷൻ നടന്നത്, ഇവിടെയാണ് ആക്സിലറേഷൻ നടന്നത്. മാഗ്നിറ്റ്യൂഡ് ഓഫ് ആക്സിലറേഷൻ, മാഗ്നിറ്റ്യൂഡ് ഓഫ് ആക്സിലറേഷൻ എന്താ? എ. മാഗ്നിറ്റ്യൂഡ് ഓഫ് ഡീസിലറേഷൻ എന്താ? A'. എന്താ പറഞ്ഞ? മാഗ്നിറ്റ്യൂഡ് ഓഫ് ആക്സിലറേഷൻ ഇസ് ട്വൈസ് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ഡീസിലറേഷൻ. A = 2A' എന്നാണ് പറഞ്ഞത്. അല്ലെങ്കിൽ A' എന്താണ്? A/2 ആണ്. സോ നമുക്ക് A' ഇവിടുന്ന് മായ്ച്ചു കളയാം. നമുക്ക് എന്ത് എഴുതാം? A/2 എന്ന് എഴുതാം. നിങ്ങൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ വരുമ്പോൾ, അതായത് പല സ്റ്റെപ്സ് ആയിട്ടൊരു ജേർണി കംപ്ലീറ്റ് ചെയ്തു, അതിനെപ്പറ്റി ക്വസ്റ്റ്യൻ വന്നാൽ എപ്പോഴും ഇങ്ങനെ ഒരു പടം വരയ്ക്കുക. ടൈമും വെലോസിറ്റിയും ഓരോ പോയിന്റ് മാർക്ക് ചെയ്യുക, നടുക്ക് ആക്സിലറേഷൻ മാർക്ക് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഇല്ലാതെ എളുപ്പത്തിൽ സോൾവ് ചെയ്യാൻ പറ്റും. ഓക്കെ 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 ദെൻ ദ ടോട്ടൽ ഡിസ്റ്റൻസ് കണ്ടുപിടിച്ചാൽ മതി. സോ ആദ്യം നമുക്ക് ഈ ഓരോ പോയിന്റിന് ഓരോ പേരിട്ടാലോ. ഇതിനെ പോയിന്റ് എ എന്ന് വിളിക്കാം, ഇത് പോയിന്റ് ബി, ഇത് പോയിന്റ് സി, ഇത് പോയിന്റ് ഡി. ഇനി പോയിന്റ് എ തൊട്ട് ബി വരെയുള്ള ദൂരം കണ്ടുപിടിക്കണം. അവിടെ ഒരു കോൺസ്റ്റന്റ് ആക്സിലറേഷൻ മോഷൻ ആണ്. അപ്പൊ നമുക്ക് ഇക്വേഷൻസ് ഓഫ് മോഷൻ ഉപയോഗിക്കാം. സോ യു ഉണ്ട്, ടി ഉണ്ട്, വി ഉണ്ട്. അപ്പൊ നമുക്ക് ആക്സിലറേഷൻ എ കണ്ടുപിടിക്കാമല്ലോ. എ എങ്ങനെ കണ്ടുപിടിക്കാം? വി = u + at ഉപയോഗിച്ചാൽ മതി. വി എന്താ മക്കളെ? 9. യു എന്താ? 0. എ നമുക്കറിയില്ല, ടി എന്താ? 2. സോ എ കിട്ടി 9/2 m/s². എ കിട്ടി നമുക്ക്. സോ എ കിട്ടി നമുക്ക്. വെരി ഗുഡ്. ഇനി എ കിട്ടിയ സ്ഥിതിക്ക് ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാമല്ലോ. ഡിസ്റ്റൻസ് എങ്ങനെ കണ്ടുപിടിക്കുന്നത്? S = ut + ½at². ഇക്വേഷൻസ് ഒക്കെ നോട്ട് ചെയ്യണേ, മറന്നു പോയിട്ടുണ്ടെങ്കിൽ ഓർത്തെടുക്കണേ. ut + ½ u 0 ആയിട്ട് ഫസ്റ്റ് ടൈം 0 ആയി. ഹാഫ് ടൈംസ് 9/2 ടൈംസ് t². t² എന്ന് പറഞ്ഞാൽ 2². അപ്പൊ 2² ഈ 2 ഈ 2 കൂടെ പോയി s എന്തായി? 9 ആയി. സോ എ ബിയിലേക്കുള്ള ദൂരം, ഈ ദൂരം നമുക്ക് കിട്ടി, അത് 9 മീറ്റർ ആണ്. ഓക്കെ, നമുക്ക് അടുത്ത ദൂരം കണ്ടുപിടിക്കാം. അടുത്ത ദൂരം കോൺസ്റ്റന്റ് വെലോസിറ്റിയിലാണ്. അതായത് കോൺസ്റ്റന്റ് വെലോസിറ്റിയിലാണെങ്കിൽ ഡിസ്റ്റൻസ് എന്താ? വെലോസിറ്റി ടൈംസ്, അല്ലെങ്കിൽ ഡിസ്പ്ലേസ്മെന്റ് എന്താ? വെലോസിറ്റി ടൈംസ് ടൈം ആണ്. പക്ഷെ ടൈം ഇന്റർവെൽ നമുക്കറിയില്ല. ഈ t1 എത്രയാണെന്ന് നമുക്കറിയില്ല. സോ t1 കണ്ടുപിടിക്കാനുള്ള ഇൻഫർമേഷനും നമ്മുടെ കയ്യിൽ ഇപ്പൊ തൽക്കാലം ഇല്ല. അതുകൊണ്ട് നമുക്ക് CD എന്നുള്ള പാത്തിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാം. സോ CD എന്നുള്ള പാത്ത് ഞാൻ നോക്കുകയാണെങ്കിൽ
ആക്സിലറേഷൻ എന്താ? -a/2. -a/2 എന്ന് വെച്ചാൽ ഇത് എ പ്രൈം ആണ്, നമ്മുടെ എ പ്രൈം ആയിരുന്നു ഇത്. -a/2. എ നമുക്ക് 9/2 നമ്മളിവിടെ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. സോ -9/4 m/s². ഓക്കെ. ഇനി വേറെ എന്തൊക്കെ ഡീറ്റെയിൽസ് നമുക്ക് അതിൽ നിന്ന് കിട്ടാം? നമുക്ക് ഈ ടൈം കണ്ടുപിടിക്കാം. അതായത് ഇത്രയും ടൈം ഇന്റർവെൽ എത്രയാണെന്ന് നമുക്ക് കണ്ടുപിടിക്കാം. സോ ആ ടൈം ഇന്റർവെൽ എങ്ങനെ കണ്ടുപിടിക്കാം? നമുക്ക് v ഉണ്ട്, u ഉണ്ട്. ഇനീഷ്യലി വെലോസിറ്റി 9 ആണ്, ഫൈനലി 0 ആണ്. നമുക്ക് v = u+8 കൊടുക്കാം. v എന്ന് പറഞ്ഞാൽ ഫൈനൽ വെലോസിറ്റി. ഫൈനൽ വെലോസിറ്റി എത്രയാ? 0യാ. ഇനീഷ്യൽ വെലോസിറ്റി എത്രയാ? 9ആ. ആക്സിലറേഷൻ എത്രയാ? -9/4 t എന്ന് വെച്ചാൽ 9/4 t is 9 എന്ന് വെച്ചാൽ എത്രയായി? t എത്രയായി? 4 സെക്കൻഡ്. സോ ഇവിടെ 4 സെക്കൻഡ് ആയി. ഇവിടെ എത്ര സെക്കൻഡ് ആടായേ? 2 സെക്കൻഡ് ആയി. മൊത്തം എത്രയാ? മൊത്തം 12 സെക്കൻഡ് ആണെന്ന് നമുക്ക് തന്നിട്ടുണ്ട്. സോ ഇവിടെ എ തൊട്ട് ബി വരെ 2 സെക്കൻഡ്, സി തൊട്ട് ഡി വരെ 4 സെക്കൻഡ്, അതായത് മൊത്തം 6 സെക്കൻഡ് പോയി. അപ്പൊ ബി തൊട്ട് സി വരെ എത്ര സെക്കൻഡാ? 6 സെക്കൻഡ്. എന്നാലല്ലേ മൊത്തം 12 സെക്കൻഡ് ആവൂ. അങ്ങനെയാണെങ്കിൽ 2 സെക്കൻഡ്, 6 സെക്കൻഡ്, 4 സെക്കൻഡ് എന്ന് വന്നു. ഇനി ബി തൊട്ട് സി വരെയുള്ള അപ്പൊ ഡിസ്റ്റൻസ് എന്താ? വെറുതെ വെലോസിറ്റി ടൈംസ് ടൈം ചെയ്താൽ മതി. വെലോസിറ്റി 9 ആണ്, ടൈം 6 ആണ്. സോ 9 × 6 54 മീറ്റർ എന്ന് കിട്ടി. ഇനി നമുക്ക് സി ടു ഡി വരെയുള്ള ഡിസ്റ്റൻസ് കിട്ടണം. അത് എന്ത് ചെയ്താൽ മതി? വെറുതെ നമുക്ക് s = ut + ½ at² ഇട്ടാൽ മതി. s = ut + ½ at². ഇനീഷ്യലി ഉള്ള വെലോസിറ്റി എത്രയാടാ? നോക്കി, ഇനീഷ്യലി ഉള്ള വെലോസിറ്റി എത്രയാ? 9 ആണ്. സോ 9 ആണ്. ടൈം എത്ര എടുത്തു? ടൈം എത്ര എടുത്തേ? 4 സെക്കൻഡ് എടുത്തു. ടൈം 4 എടുത്തു. ആക്സിലറേഷൻ -9/4. എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ടൈം 4 ആണ്, +½ ടൈംസ് 9/4 ആണ്, ടൈംസ് t², അതായത് 16. t4 അല്ലേ? t4 ആണ്. സോ 9 × 4 എന്ന് പറയുമ്പോൾ അത് 36 ആണ്. 4 × 2 8 ആണ്. 8ഉം 2 എന്ന് കിട്ടും. -18. സോ 36 - 18 18 എന്ന് വരും. സോ ഇവിടെ വരെയുള്ള ദൂരം എത്രയായി? 18 ആയി. സോ നമ്മുടെ ടോട്ടൽ ദൂരം എത്ര വരും? 9 + 54 + 18. ടോട്ടൽ ദൂരം എന്ന് പറയുമ്പോൾ 9 + 54 + 18, അതായത് എത്ര വരും? 27 + 54 എന്ന് വരും. 27 + 50 എത്രയായി? 77 ആയി. 77 + 4 എത്രയായി? 81 ആയി. 81 എന്നൊരു ഓപ്ഷൻ ഉണ്ടോ? ഉണ്ട്. യെസ്, ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റിനിലേക്ക് പോകാം. ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ ഇങ്ങനൊരു പടം വരച്ച് അങ്ങ് സോൾവ് ചെയ്യുക. ഓക്കെ, അപ്പൊ നമുക്ക് നെക്സ്റ്റ് പ്രോബ്ലത്തിലേക്ക് പോകാം. അടുത്ത പ്രോബ്ലം 2 ചാപ്റ്ററിനെ കണക്ട് ചെയ്തുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇലക്ട്രോസ്റ്റാറ്റിക്സിലെ കപ്പാസിറ്റൻസിനെയും അതുപോലെ തന്നെ നമ്മൾ പഠിക്കുന്ന തെർമൽ പ്രോപ്പർട്ടീസ് ഓഫ് മാറ്ററിലെ കോഎഫിഷ്യന്റ് ഓഫ് ലീനിയർ എക്സ്പാൻഷനെ കണക്ട് ചെയ്തുള്ള ചോദ്യമാണ്. സോ കപ്പാസിറ്റർ ഓഫ് കപ്പാസിറ്റൻസ് സി കൺസിസ്റ്റ് ഓഫ് 2 ലാർജ് പാരലൽ മെറ്റൽ പ്ലേറ്റ്സ്. സോ ഒരു പാരലൽ പ്ലേറ്റ്സിന്റെ കപ്പാസിറ്റൻസിനെ പറ്റിയാണ് പറയുന്നത്. സോ നമുക്ക് ആദ്യം അതിനുള്ള ഇക്വേഷൻ ഒന്ന് എഴുതി വെച്ചേക്കാം. ഒരു പാരലൽ പ്ലേറ്റ് കപ്പാസിറ്ററിന്റെ കപ്പാസിറ്റൻസ് എന്താണ്? CS ε0 A/d. A എന്ന് പറഞ്ഞാൽ ആ പ്ലേറ്റിന്റെ ഏരിയ, d എന്ന് പറഞ്ഞാൽ തിക്നെസ്. സോ 2 പ്ലേറ്റ് കാണുമല്ലോ നമുക്ക്. സോ 2 പ്ലേറ്റ് ഇതുപോലെ കാണും. ഈ പ്ലേറ്റിന്റെ ഏരിയ ആണ് A, ആ പ്ലേറ്റ് തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് d. ഓക്കെ, the coefficient of linear expansion is alpha. Fine. ടെമ്പറേച്ചർ ΔT. ഒരു ടെമ്പറേച്ചറിൽ ഒരു ΔT റൈസ് ഉണ്ടാക്കുമ്പോൾ എന്ത് ചേഞ്ച് ആണ് കപ്പാസിറ്റൻസിൽ ഉണ്ടാകുന്നത്? പ്രൊവൈഡഡ് d ഫിക്സ്ഡ് ആണ്. ഇനി നിങ്ങൾ നോക്കിയാൽ അപ്പൊ ഈ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ പ്ലേറ്റ്സ്, അതായത് d ഫിക്സ് ചെയ്ത് വെച്ചേക്കാണ്. സോ ε0 ഒബ്വിയസ്ലി പെർമിറ്റിവിറ്റി ഓഫ് വാക്വം ഫിക്സ്ഡ് ആണ്, d ഫിക്സ്ഡ് ആണ്. അപ്പൊ എന്താണ് ചേഞ്ച് ചെയ്യുന്നത്? ഏരിയ മാത്രമാണ് ചേഞ്ച് ചെയ്യുന്നത്. സോ ചേഞ്ച് ഇൻ കപ്പാസിറ്റൻസ് ΔC എന്ന് പറഞ്ഞാൽ ε0/d ΔA ആയിരിക്കും. ΔA മാത്രമാണ് ചേഞ്ച് കൊണ്ടുവരാൻ പോകുന്നത്. ഇനി എങ്ങനെയാ ΔA ചേഞ്ച് ചെയ്യുന്നത്? നമുക്കറിയാം ഏരിയ ചേഞ്ച് ചെയ്യുന്നത് എങ്ങനെയാണ്? ΔA ഇസ് βA ΔT. മറന്നുപോയവര് പഠിച്ചു വെക്കണം. ഇതെന്താണ്? ഏരിയ എക്സ്പാൻഷൻ. എക്സ്പാൻഷന്റെ ഇക്വേഷൻ ആണ്. ബീറ്റ എന്താണ്? കോഎഫിഷ്യന്റ് ഓഫ് ഏരിയ എക്സ്പാൻഷൻ.
പക്ഷേ ഇനി നമുക്ക് ഇതിങ്ങോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. നമുക്ക് നോക്കാം എന്തെങ്കിലും പ്രശ്നം വരുമോ. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ ഡെൽറ്റ സി എന്താവും? എപ്സൈലൺ നോട്ട് ബൈ ഡി ബീറ്റ എ ഡെൽറ്റ ടി. ഇനി എപ്സൈലൺ നോട്ട് ബൈ ഡി ഉണ്ട്, സോറി, എപ്സൈലൺ നോട്ട് ബൈ ഡി നമുക്ക് ഇവിടെ ഉണ്ട്. ഇവിടെ ഒരു എ ഉണ്ട്. എപ്സൈലൺ നോട്ട് എ ബൈ ഡി എന്താ? സി ആണ്. സോ ഇത് നമുക്ക് എന്തെന്ന് കിട്ടി? ദിസ് ഇസ് ബീറ്റ സി ഡെൽറ്റ ടി എന്ന് കിട്ടി ഫസ്റ്റ് ഇക്വേഷനിൽ നോക്കും. പക്ഷെ ഓപ്ഷനിലൊന്നും ബീറ്റ സി ഡെൽറ്റ ടി ഇല്ല. ഓപ്ഷൻ എല്ലാം എന്താണ്? ആൽഫയുടെ ടേംസ് ആണ്. അവിടെയാണ് നമ്മുടെ സെക്കൻഡ് കോൺസെപ്റ്റ് മറന്നുപോയാൽ ഓർത്തെടുക്കുക. ഏരിയ കോഎഫിഷ്യന്റിന്റെ, കോഎഫിഷ്യന്റ് ഓഫ് ഏരിയൽ എക്സ്പാൻഷന്റെയും കോഎഫിഷ്യന്റ് ഓഫ് ലീനിയർ എക്സ്പാൻഷന്റെയും റിലേഷൻ എന്താണ്? ബീറ്റ ഈസ് 2 ആൽഫ. മറന്നുപോയാല് ഓർത്തെടുക്കുക. സോ ഇതെന്തായി? 2 ആൽഫ സി ഡെൽറ്റ ടി ആയി. സോ ഉത്തരം എന്താണ്? ഓപ്ഷൻ എ ആണ്. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. സിമ്പിൾ ക്വസ്റ്റൻ ആയിരുന്നു. 2 ചാപ്റ്ററിനെ കണക്ട് ചെയ്യുന്നേ ഉള്ളൂ. പക്ഷെ 2 ഇക്വേഷൻ അറിയാമെങ്കിൽ ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ ഉത്തരം കിട്ടും. വളരെ സിമ്പിൾ ക്വസ്റ്റൻ ആണ്. നമുക്ക് അടുത്ത ക്വസ്റ്റനിലേക്ക് പോവാം. അപ്പൊ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. അത് കറന്റ് ഇലക്ട്രിസിറ്റിയും കപ്പാസിറ്റൻസും കൂടെ മിക്സ് ചെയ്തുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. വായിച്ചു നോക്കുക. What are the charges stored in 2 microfarad and 4 microfarad capacitors in the given circuit a long time after key is closed? ഒരു ലോങ് ടൈം ആണ്. സോ കപ്പാസിറ്റേഴ്സ് മൊത്തം ഫുള്ളി ചാർജ്ഡ് ആയിരിക്കും. സോ ചാർജ് എന്ന് പറയുന്നത് കപ്പാസിറ്റൻസ് ടൈംസ് വി ക്യൂ ഈക്വൽ ടു സി വി എന്നുള്ള ഫോർമുല നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഇവിടെ 2 കപ്പാസിറ്റൻസ് ഉണ്ട്. കപ്പാസിറ്റൻസ് സീരീസിലാണ്. സോ 2 കപ്പാസിറ്റൻസ് നമ്മൾ സീരീസിൽ കണക്ട് ചെയ്താൽ അതിൽ രണ്ടിലും എന്തായിരിക്കും കോൺസ്റ്റന്റ്? ഓർമ്മയുണ്ടോ? 2 കപ്പാസിറ്റൻസ് ഞാൻ പാരലലി കണക്ട് ചെയ്താലോ അത് തമ്മിൽ എന്തായിരിക്കും കോൺസ്റ്റന്റ്? മറന്നുപോയവർക്ക് ഞാനിപ്പോ ഓർമ്മിപ്പിച്ചു തരാം. പക്ഷെ നിങ്ങൾ തിരിച്ചെനിക്ക് എന്ത് തരണമെന്നറിയോ? നിങ്ങൾ എനിക്കൊരു പാർട്ടി തരണം. ശരിക്കും പാർട്ടി തരണം. ശരിക്കും പാർട്ടി വരുമോ? അത് തന്നെയാണ് നിങ്ങൾക്കുള്ള ക്ലൂ. ശരിക്കും പാർട്ടി. ശരി ക്യൂ പാർവി. പാർട്ടി പാർവി അഡ്ജസ്റ്റ് ചെയ്യാം. സീരീസ് ആണെങ്കിൽ എന്താ കോൺസ്റ്റന്റ്? ക്യൂ ആ കോൺസ്റ്റന്റ്. പാരലൽ ആണെങ്കിലോ വി ആ കോൺസ്റ്റന്റ്. സീരീസ് ആണെങ്കിൽ ക്യൂ ആ കോൺസ്റ്റന്റ്. അപ്പൊ ഇവിടുത്തെ ക്യൂ തന്നെ ആയിരിക്കും ഇവിടുത്തെ ക്യൂ. ക്യൂ രണ്ടിടത്തും സെയിം ആയിരിക്കും. അപ്പൊ തന്നെ നമുക്ക് 2 ഓപ്ഷൻ എലിമിനേറ്റ് ചെയ്യാം. സിയും ഡിയും എലിമിനേറ്റ് ചെയ്ത് കളയാം. കാരണം രണ്ടിടത്തും ക്യൂ ഡിഫറെന്റ് ആ. പക്ഷെ ക്യൂ സെയിം ആയിരിക്കണം. സീരീസ് ആണ്. കപ്പാസിറ്റർ സീരീസ് ആണ്. കപ്പാസിറ്റർ സീരീസിൽ വന്ന ക്യൂ കോൺസ്റ്റന്റ്. ഒരു കാര്യം കൂടെ അപ്പൊ തന്നെ പറഞ്ഞു തന്നേക്കാം. ഇനി റെസിസ്റ്റർ ആണെങ്കിലോ? റെസിസ്റ്റർ ആണെങ്കിൽ R1 R2 നമ്മുടെ പാർട്ടി ഓർമ്മയുണ്ടല്ലോ. അപ്പൊ പാർട്ടി എന്ന് പറഞ്ഞാൽ റെസിസ്റ്റർ ആണെങ്കിലും പാരലൽ ആണെങ്കിൽ വി കോൺസ്റ്റന്റ്. സീരീസ് ആണെങ്കിൽ ഒരു റെസിസ്റ്ററിനെ സംബന്ധിച്ച് എന്തായിരിക്കും? കപ്പാസിറ്റൻസിന് ചാർജ് ആണെങ്കിൽ റെസിസ്റ്ററിന് എന്താ? റെസിസ്റ്ററിൽ കൂടെ ഒഴുകുന്ന എന്താ? കറന്റ്. ശരിക്കും പാർട്ടി. ശരി ഇവിടെ ഐ. ഇവിടെ ശരിക്കും, ഇവിടെ ശരിക്കും ശരി. സോ ഇത് ഓർത്തിരിക്കുക. നിങ്ങൾ എന്ത് ടെക്നിക്ക്, ഈ ടെക്നിക്ക് അല്ല എങ്ങനെയും ഒക്കെ ഇത് ഓർത്തിരിക്കുക. സോ നമുക്ക് ഇവിടെ റെസിസ്റ്ററിൽ ഞാൻ ജസ്റ്റ് നിങ്ങളെ ഓർമ്മിപ്പിക്കാൻ വേണ്ടി പറഞ്ഞു എന്നേ ഉള്ളൂ. നമുക്ക് ഇവിടെ കപ്പാസിറ്റൻസ് ആണ്. സോ ക്യൂ സെയിം ആണ് രണ്ടിടത്ത്. ഓക്കെ. ഇനി എ ആണോ ബി ആണോ? എയിലും ബിയിലും രണ്ടിടത്തും ക്യൂ സെയിം ആണ്. നമുക്ക് കണ്ടുപിടിക്കണം. ഇനി നിങ്ങൾ ആലോചിക്കുക, ആഫ്റ്റർ എ ലോങ് ടൈം, അതായത് കപ്പാസിറ്റൻസ് ഫുള്ളി ചാർജ് ആയുള്ള ഗുണം എന്താണ്? ഫുള്ളി ചാർജ് കപ്പാസിറ്റർ എന്തായിട്ട് ആക്ട് ചെയ്യും? നിങ്ങൾ പഠിച്ചിട്ടുണ്ട് ഇത്. ഫുള്ളി ചാർജ് കപ്പാസിറ്റർ എന്താണ്? ഒരു ഓപ്പൺ സർക്യൂട്ടാണ്. ഒരു ഓപ്പൺ സർക്യൂട്ടാണ്. സോ ഇവിടെ ആക്ച്വലി ഇവിടെ വെറുതെ ഓപ്പൺ ചെയ്തിട്ടേക്കുന്ന പോലാണ്. അതായത് അവിടെ നടുക്കൊന്നും ഇല്ലാത്തതിന് ഇക്വലന്റ് ആണ്. സോ ഫുള്ളി ചാർജ് ആയി കഴിയുമ്പോൾ ഉള്ള എഫക്റ്റീവ് സർക്യൂട്ട് ഞാൻ വരച്ചാൽ അതെങ്ങനെ ഇരിക്കും? ഇവിടെ നടുക്ക് കപ്പാസിറ്റർ ഒന്നുമില്ല, ഇങ്ങനെ ഇരിക്കും. ഇവിടെ 4 കിലോ ഓം, 2K എന്ന് പറഞ്ഞ കിലോ ഓം ആട്ടോ. 2 കിലോ ഓം, ഒരു 12 വോൾട്ട്, 4 കിലോ ഓം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഇതിലൂടെ ഒഴുകുന്ന കറന്റ് കണ്ടുപിടിക്കാൻ പറ്റുമോ? ടോട്ടൽ റെസിസ്റ്റൻസ്, എല്ലാ റെസിസ്റ്റൻസും സീരീസിലാണ്. ടോട്ടൽ റെസിസ്റ്റൻസ് എന്താ? ചുമ്മാ സം ചെയ്താൽ മതി. 2 + 4 + 4 + 2, അതായത് 12 കിലോ ഓം ആയിരിക്കും. വോൾട്ടേജ് എന്ന് പറഞ്ഞ 12 വോൾട്ട് തന്നിട്ടുണ്ട്. വെറുതെ ഓംസ് ലോ I = V/R ഉപയോഗിച്ചാൽ നമുക്ക് കറന്റ് കിട്ടും. സോ 12 / 12 കിലോ ഓം, അതായത് 1 / 1000 ഓം, 1 വോൾട്ട് / 1000 ഓം, അതായത് എന്ത് കിട്ടി?
10⁻³ ആംപിയർ എന്ന് കിട്ടി. ഇതാണ് സർക്യൂട്ടിലൂടെ ഒഴുകുന്ന കറന്റ്. ഓക്കെ, അത് നിങ്ങൾക്ക് കിട്ടിയല്ലോ. 10⁻³ ആയിരിക്കും സർക്യൂട്ടിലൂടെ ഒഴുകുന്ന കറന്റ്. ഇനി നമുക്ക് എന്ത് വേണം? നമുക്ക് Q ഈക്വൽ ടു സി വി എന്നുള്ള ഈ ഇക്വേഷൻ അപ്ലൈ ചെയ്യണം. Q ഈക്വൽ ടു സി വി എന്നുള്ള ഇക്വേഷൻ അപ്ലൈ ചെയ്യാൻ നമുക്ക് എന്ത് വേണം? പൊട്ടൻഷ്യൽ വേണം. സോ പൊട്ടൻഷ്യൽ എന്തിലുള്ള പൊട്ടൻഷ്യൽ? ഇതിന് അക്രോസ് ഉള്ള പൊട്ടൻഷ്യൽ, ഈ പോയിന്റിന് അക്രോസ് ഉള്ള പൊട്ടൻഷ്യൽ പറയണം. നിങ്ങൾ നോക്കി, ഇതിനിടയിൽ ഇവിടെ എവിടെ റെസിസ്റ്റർ ഇല്ലല്ലോ, ഇവിടെ എവിടെ ഒരു റെസിസ്റ്ററും ഇല്ല. സോ ദാറ്റ് വിൽ ബി ഈക്വൽ ടു ഈ പോയിന്റിന് അക്രോസ് ഉള്ള പൊട്ടൻഷ്യൽ. സോ ഈ പോയിന്റിന് അക്രോസ് ഉള്ള പൊട്ടൻഷ്യൽ നമുക്ക്, ഇതിനെ ഞാൻ എ ബി എന്ന് വിളിച്ചാൽ, ഇതിനെ സി ഡി എന്ന് വിളിച്ചാൽ, ഇതിനിടെ റെസിസ്റ്റർ ഇല്ലാത്തതുകൊണ്ട് വി എ ബി ഈക്വൽ ടു വി സി ഡി ആയിരിക്കും അല്ലേ? സോ ഇനി വി എ ബി നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. വി എ ബിയുടെ നടുക്ക് എത്ര റെസിസ്റ്റൻസ് ഉണ്ട്? ടോട്ടൽ റെസിസ്റ്റൻസ് 4+2 6 ആയിരിക്കും. സോ വി എ ബി എന്ന് പറഞ്ഞാൽ ടോട്ടൽ IR, ടോട്ടൽ റെസിസ്റ്റൻസ് 6, കറന്റ് നമ്മൾ കണ്ടുപിടിച്ചു 10⁻³ സോ 10⁻³ വോൾട്ട് ആയിരിക്കും ടോട്ടൽ വോൾട്ടേജ്. സോറി, ഒരു മിസ്റ്റേക്ക് പറ്റിയല്ലോ. എന്താ മിസ്റ്റേക്ക്? 6 അല്ലല്ലോ, 6 കിലോ ഓം അല്ലേ? 6 കിലോ ഓം എന്ന് പറയുമ്പോൾ 6 × 10⁻³ ആണ്. 10⁻³ ഓം ടൈംസ് 10⁻³ ആംപിയർ. സോ എന്താണ്? 6 വോൾട്ട് ആണ് വി എ ബി എന്ന് പറഞ്ഞത്. സോ വി എ ബി 6 വോൾട്ട് ആണെങ്കിൽ വി സി ഡി എന്തായടാ? വി സി ഡിയും വി എ ബി സെയിം ആണ്, 6 വോൾട്ട് ആയി. വെരി ഗുഡ്. ഇനി ജസ്റ്റ് ഒന്നും ആലോചിക്കാനില്ല. കപ്പാസിറ്റേഴ്സ്, ഇവിടെ 2 കപ്പാസിറ്റേഴ്സ് ഉണ്ട്, 2 മൈക്രോഫാരഡും 4 മൈക്രോഫാരഡും. നമുക്ക് ജസ്റ്റ് ചുമ്മാ എഫക്റ്റീവ് കപ്പാസിറ്റൻസ് കണ്ടുപിടിച്ചാൽ മതി. 2 കപ്പാസിറ്റൻസ് സീരീസിൽ കണക്ട് ചെയ്ത എഫക്റ്റീവ് കപ്പാസിറ്റൻസ് എന്താ? 2 കപ്പാസിറ്റൻസ് സീരീസിൽ കണക്ട് ചെയ്താൽ, വേറൊരു കളർ യൂസ് ചെയ്യാം, സീരീസിലാണ്. ഒരു C1 C2 സീരീസിൽ കണക്ട് ചെയ്താൽ സി എഫക്റ്റീവ് എന്താവും? 1/C1 + 1/C2. ഇവിടെ C1 2 ആണ്, C2 4 ആണ്. സോ 1/C എഫക്റ്റീവ് എന്ന് പറഞ്ഞാൽ 1/2 + 1/4. സോ ഞാൻ 4 LCM എടുത്താൽ, സോ 2 + 1/4 എന്ന് വരും, അതായത് 3/4. അപ്പൊ എഫക്റ്റീവ് കപ്പാസിറ്റൻസ് എത്ര വരും? 4/3 എന്ന് വരും. വാട്ട് എവർ യൂണിറ്റ്സ് അവർ യൂസ് ചെയ്യുന്ന യൂണിറ്റ്സ് ഏതാണോ, ഏതാ യൂണിറ്റ്സ് അവർ യൂസ് ചെയ്യുന്ന മൈക്രോഫാരഡ്. സോ 4/3 മൈക്രോഫാരഡ് എന്ന് വരും. സോ 4/3 മൈക്രോഫാരഡ്. ഇനി Q എന്താ? ജസ്റ്റ് സി വി യൂസ് ചെയ്താൽ മതി. എഫക്റ്റീവ് കപ്പാസിറ്റൻസും ഉണ്ട്. സോ നമുക്ക് ഈ 2 കപ്പാസിറ്ററിന് പകരം ഇവിടെ എഫക്റ്റീവ് ആയിട്ട് ഒരു 4/3 മൈക്രോഫാരഡ് വെച്ചാൽ മതി. നമ്മൾ എഫക്റ്റീവ് കപ്പാസിറ്റൻസ് കണ്ടുപിടിച്ചു. സോ നമുക്ക് അതിന് അക്രോസ് ഉള്ള വോൾട്ടേജ് ഉണ്ട്, നെറ്റ് കപ്പാസിറ്റൻസ് ഉണ്ട്. സോ ചാർജ് എഴുതിക്കോ. സോ കപ്പാസിറ്റൻസ് 4/3 മൈക്രോഫാരഡ്. 4/3 മൈക്രോ എന്ന് പറഞ്ഞാൽ 10⁻⁻6, വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ 6. സോ 3ഉം 6ഉം കൂടെ ക്യാൻസൽ ആയി. എനിക്ക് എന്ത് കിട്ടി? 2 കിട്ടി. സോ ദിസ് ഇസ് 8 × 10⁻⁻6 കൂളം, അതായത് 8 മൈക്രോ കൂളം ആയിരിക്കും Q എന്ന് പറഞ്ഞാൽ. ഇപ്പൊ Q രണ്ടിലും ഉള്ളത് 8 മൈക്രോ കൂളം ആൻഡ് 8 മൈക്രോ കൂളം. ഓപ്ഷൻ എ ഇസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്തത് മാഗ്നറ്റിസിറ്റി എന്നുള്ള വളരെ ഈസി ക്വസ്റ്റ്യൻ ആണ്. A point charge plus Q is moving with a constant velocity v cap. ഓക്കെ, നമുക്കൊന്ന് വരച്ചു നോക്കാം. ഒരു Q ഉണ്ട്, ഇറ്റ് ഈസ് മൂവിങ് വിത്ത് v along v cap. സോ നമുക്കൊരു ഇലക്ട്രിക് ഫീൽഡ് ഉണ്ട്. ഇലക്ട്രിക് ഫീൽഡ് XY കോമ്പോണൻസേ ഉള്ളൂ. അതായത് ഇലക്ട്രിക് ഫീൽഡ് വിക്ക് പെർപെൻഡിക്കുലർ ആണ്. പെർപെൻഡിക്കുലർ ആയിട്ട് ഞാൻ ഇവിടെ ഒരു XY പ്ലെയിൻ വരച്ചാൽ, ഇവിടെയാണ് ഇലക്ട്രിക് ഫീൽഡ് കിടക്കുന്നത്, ഇവിടെ തന്നെയാണ് മാഗ്നറ്റിക് ഫീൽഡും കിടക്കുന്നത്. ഇങ്ങനെയാണ് ഇരിക്കുന്നത്. വി കെ ക്യാപ് ഡിറക്ഷനിലാണ്, വി കെ ക്യാപ് ഡിറക്ഷനിലാണ് ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡും ഇവിടെ XY പ്ലെയിനിലാണ് കിടക്കുന്നത്. സോ വിച്ച് ഓഫ് ദ ഫോളോയിങ് റിലേഷൻസ് ഈസ് കറക്റ്റ്? ഇതിൽ ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്നറിയോ? കോൺസ്റ്റന്റ് വെലോസിറ്റിയിലാണ് മൂവ് ചെയ്യുന്നത്. പക്ഷെ നമുക്കറിയാം, ഒരു ചാർജ് ഒരു ഇലക്ട്രിക് ഫീൽഡിലൂടെയോ ഒരു മാഗ്നറ്റിക് ഫീൽഡിലൂടെയോ മൂവ് ചെയ്താൽ അതിൽ ലോറൻസ് ഫോഴ്സ് ഉണ്ടാവും. അങ്ങനെ ഫോഴ്സ് ഉണ്ടായാൽ എന്ത് പറ്റണം? ഇത് ഡിഫ്ലക്ട് ചെയ്യണം, ഇതിന് ആക്സിലറേഷൻ ഉണ്ടാവണം. ആക്സിലറേഷൻ ഉണ്ടായ വെലോസിറ്റി ചേഞ്ച് ചെയ്യണം. കോൺസ്റ്റന്റ് വെലോസിറ്റി നിൽക്കാൻ പാടില്ല. പക്ഷെ കോൺസ്റ്റന്റ് വെലോസിറ്റി നിൽക്കുന്നുണ്ടെങ്കിൽ എന്താ അതിനർത്ഥം? ലോറൻസ് ഫോഴ്സ് എല്ലാം തമ്മിൽ ക്യാൻസൽ ചെയ്യാന്നാണ്. സോ F ലോറൻസ് എന്തായി? ലോറൻസ് ഫോഴ്സ് 0 ആണ്.
ലോറൻസ് ഫോഴ്സിന്റെ എക്സ്പ്രഷൻ എന്താ? ക്യൂ ടൈംസ് ഇ പ്ലസ് വി ക്രോസ്. ഇത് 0 ആണെന്നാണ്. ക്യൂ നമുക്ക് ക്യാൻസൽ ചെയ്ത് കളയാം. ഇ എന്താണ്? ഇ എക്സ് ഐ ക്യാപ് പ്ലസ് ഇ വൈ ജെ ക്യാപ് പ്ലസ് ഇതാണ് ഇലക്ട്രിക് ഫീൽഡ്. വി എന്താണ്? വി കെ ക്യാപ് ക്രോസ് ബി എന്താണ്? ബി എക്സ് ഐ ക്യാപ് പ്ലസ് ബി വൈ ജെ ക്യാപ് 0. നമുക്ക് ഇവാലുവേറ്റ് ചെയ്യാം. ഇ എക്സ് ഐ ക്യാപ് പ്ലസ് ഇ വൈ ജെ ക്യാപ് പ്ലസ് വി ഉണ്ട്, ബി എക്സ് ഉണ്ട്. കെ ക്യാപ് ക്രോസ് ഐ ക്യാപ് എന്താ? നിങ്ങൾക്ക് അറിയില്ലേ? ഐ ജെ കെ. നമ്മൾ സൈക്ലിക് ഡിറക്ഷനിൽ പോയാൽ പോസിറ്റീവ്, സൈക്ലിക് ഡിറക്ഷനിൽ പോയാൽ പോസിറ്റീവ്, തിരിച്ചു പോയാൽ നെഗറ്റീവ്, തിരിച്ചു പോയാൽ നെഗറ്റീവ്, തിരിച്ചു പോയാൽ നെഗറ്റീവ്, തിരിച്ചു പോയാൽ നെഗറ്റീവ്. ഈ പടം എല്ലാവരും വരച്ചു വെക്കുക. ഇത് ക്ലാസ് 12 മാത്സ് വെക്ടേഴ്സിലുള്ള, മാത്സ് വെക്ടേഴ്സ് എന്ന് പറയുന്ന ചാപ്റ്ററിലുള്ള ഒരു പടമാണ്. ഇത് എല്ലാവർക്കും അറിയാമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. സോ കെ ക്യാപ് ക്രോസ് ഐ ക്യാപ് എന്താ വരുന്നത്? ഈ പടത്തിൽ നോക്കി പറഞ്ഞേ, കെ ക്യാപ് ക്രോസ് ഐ ക്യാപ് എന്താ? കെ ക്യാപ് ക്രോസ് ഐ ക്യാപ് എന്ന് പറഞ്ഞപ്പോ ജെ ക്യാപ് ആയിരിക്കും. കെ ക്യാപ് ക്രോസ് ഐ ക്യാപ് ഇങ്ങോട്ട് പോയിട്ട് പോസിറ്റീവ് ആയിരിക്കും. സോ ഇത് ജെ ക്യാപ് ആയിരിക്കും. പ്ലസ് വി ഉണ്ട്, ബി വൈ ഉണ്ട്. കെ ക്യാപ് ക്രോസ് ജെ ക്യാപ്, ജെ ക്യാപ് ക്രോസ് കെ ക്യാപ് ആ പോസിറ്റീവ്. പക്ഷെ ഇത് കെ ക്യാപ് ക്രോസ് ജെ ക്യാപ് തിരിഞ്ഞാ പോയേക്കുന്നത്, തിരിഞ്ഞ് ഇങ്ങോട്ടാ പോയേക്കുന്നത്. സോ കെ ക്യാപ് ക്രോസ് ജെ ക്യാപ് ആയതുകൊണ്ട് ഒബ്വിയസ്ലി നെഗറ്റീവ് കാണും, നെഗറ്റീവ് ആയിരിക്കും. സോ നമുക്ക് ഇനി ഐ ജെ കോമ്പണൻസിനെ ഒന്ന് കളക്ട് ചെയ്യാം. സോ ടോട്ടൽ ഈക്വൽ ടു 0. ഐ ജെ കോമ്പണൻസിനെ കളക്ട് ചെയ്ത് ഇ എക്സ് മൈനസ് വി ബി വൈ ഐ ക്യാപ് പ്ലസ് ഇ വൈ പ്ലസ് വി ബി എക്സ് ജെ ക്യാപ് എന്തായി? 0 ആയി. ഒരു വെക്ടർ 0 ആകണമെങ്കിൽ അതിന്റെ കോമ്പണൻസ് 0 ആണ്. സോ ഇ എക്സ് മൈനസ് വി ബി വൈയും 0 ആണ്, ഇ വൈ പ്ലസ് വി ബി എക്സും 0 ആണ്. എന്ന് വെച്ചാൽ എന്താ? ഇ എക്സ് എന്തായി? വി ബി വൈ. ഇ വൈ എന്തായി? മൈനസ് വി ബി എക്സ്. ജസ്റ്റ് ലോറൻസ് ഫോഴ്സിന്റെ എക്സ്പ്രഷൻ മാത്രം അറിയാമെങ്കിൽ ഉത്തരം കിട്ടിക്കഴിഞ്ഞു. ഇ എക്സ് വി ബി വൈ, ഇ എക്സ് വി ബി വൈ, ഇ വൈ മൈനസ് വി ബി എക്സ്. ലോറൻസ് ഫോഴ്സിന്റെ എക്സ്പ്രഷൻ മാത്രം അറിയാമെങ്കിൽ നമുക്ക് ഒരു ക്വസ്റ്റ്യൻ കിട്ടുന്നത് ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ. ഓക്കെ, അപ്പൊ നമുക്ക് ഏഴാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഏഴാമത്തെ ക്വസ്റ്റ്യൻ എല്ലാവരും ക്വസ്റ്റ്യൻ വായിക്കുക. 4 point charges Q minus 2Q minus 3Q and 4Q are placed at 4 matrices of a regular tetrahedron of side length L. So നമ്മുടെ കയ്യിൽ 4 ചാർജ് ഉണ്ട്. Q മൈനസ് 2Q, ഞാൻ റഫായിട്ടാണ് വരയ്ക്കുന്നത്. 3Q, ഒരു 4Q ഉണ്ട്. അതൊരു ടെട്രാഹീഡ്രൺ ആണ്. ഈ 3Q ഇരിക്കുന്ന ഒരു പിരമിഡിന്റെ മുകളിൽ ഇരിക്കുന്ന പോലെയാണ് 3Q ഇരിക്കുന്നത്. സോ അങ്ങനെയാണ് ഇരിക്കുന്നത്. സോ ഇതൊക്കെ തമ്മിലുള്ള ലെങ്ത് എല്ലാം സെയിം ലെങ്ത് ആണ്. സോ ഒരു റെഗുലർ ടെട്രാഹീഡ്രൺ ആണ്. സോ എല്ലാം തമ്മിലുള്ള ലെങ്ത് L ആണെന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, എല്ലാം തമ്മിലുള്ള ലെങ്ത് L ആണെന്ന് നമുക്ക് തന്നിട്ടുണ്ട്. ഇതല്ലേ, ഇതല്ലേ, ഇതല്ലേ. 3Q നെഗറ്റീവ് 3Q ആണ്. പിന്നെ അതിന്റെ അകത്ത് എന്തിരിപ്പുണ്ട്? സെന്ററിൽ ഒരു 5Q ഇരിപ്പുണ്ട്. ഈ പിരമിഡ് ആണെങ്കിൽ ആ പിരമിഡിന്, ഇതൊരു പിരമിഡാണ്, പിരമിഡിനകത്താണ് 5Q ഇരിക്കുന്നത്. 5Q ഒരു ടെട്രാഹൈഡ്രന്റെ സെൻട്രോയിഡിലേക്കുള്ള ലെങ്ത് നമുക്ക് എല്ലാവർക്കും അറിയില്ല. അപ്പൊ എന്ത് ചെയ്യും? കുറെ പേര് എന്ത് ചെയ്യും? ഇപ്പൊ തന്നെ ഈ ക്വസ്റ്റ്യൻ ലീവ് ചെയ്ത് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകും. അറിയത്തില്ലെങ്കിലും സെന്റർ ആണെന്നറിയാം, എല്ലാം ഇക്വിഡിസ്റ്റന്റ് ആണെന്ന് അറിയത്തില്ലല്ലോ. എല്ലാം ഇക്വിഡിസ്റ്റന്റ് ആണെന്നുള്ള അസംഷനിൽ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കി, എന്ത് കിട്ടുമെന്നെങ്കിലും അറിയാലോ. എനിക്കും അറിയില്ല എത്രയാന്ന്. ആക്ച്വലി സോളിഡ് സ്റ്റേറ്റ് ഫിസിക്സ്, സോളിഡ് സ്റ്റേറ്റ് എന്ന് പറയുന്ന കെമിസ്ട്രിയിലെ +2 ഫസ്റ്റ് ചാപ്റ്റർ പഠിച്ചവർക്ക് ഈ ലെങ്ത് അറിയാം. ഇനി അറിയത്തില്ലെന്ന് തന്നെ ഇരിക്കട്ടെ, നമ്മൾ ജസ്റ്റ് അതൊരു എക്സ് ആയിട്ട് എടുക്കുന്നു. നമുക്കൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. അറിയത്തില്ല, ജസ്റ്റ് അങ്ങ് വിടാം, ഒന്ന് ട്രൈ ചെയ്തിട്ട് വിട്. സോ നമ്മൾ ഓരോന്നിന്റെ നമുക്ക് ടോട്ടൽ ഇലക്ട്രോസ്റ്റാറ്റിക് എനർജിയാണ് ചോദിച്ചേക്കുന്നത്. സോ ഇലക്ട്രോസ്റ്റാറ്റിക് എനർജി, പൊട്ടൻഷ്യൽ എനർജി എഴുതുമ്പോൾ V is equal to 1/4πε0 എല്ലായിടത്തും കോമൺ ആണ്. സോ ഫസ്റ്റ് Qവും നമുക്ക് ഓരോന്നിനും പേര് കൊടുക്കാം. ഇതിനെ A എന്ന് വിളിക്കുന്നു, ഇതിനെ B എന്ന് വിളിക്കുന്നു, ഇതിനെ C എന്ന് വിളിക്കുന്നു, ഇതിനെ D എന്ന് വിളിക്കുന്നു, E എന്ന് വിളിക്കുന്നു. E എന്ന് പറയുന്നത് വേറെ ഡിസ്റ്റൻസ് ആണ്. L ഡിസ്റ്റൻസിലുള്ള എല്ലാം കൂടെ നമുക്ക് സം ചെയ്യാം. സോ Qവും -2Qവും കൂടെ എടുത്താൽ -2Q²/L. Qവും -3Qവും കൂടെ എടുത്താൽ -3Q²/L.
ക്യൂവും 4Qവും കൂടെ എടുത്താൽ 4Q²/L. ഇനി -2Qവും -3Qവും കൂടെ എടുത്താൽ 6Q²/L. -2Qവും +4Qവും കൂടെ എടുത്താൽ -8Q²/L. ആൻഡ് ഫൈനലി -3Qവും 4Qവും കൂടെ എടുത്താൽ -12Q²/L. അപ്പൊ നമ്മൾ ബാക്കിയുള്ള L ദൂരത്തിലിരിക്കുന്ന എല്ലാ കോൺട്രിബ്യൂഷൻസും കൺസിഡർ ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് എന്തുകൂടെ കൺസിഡർ ചെയ്യണം? എക്സ് ദൂരത്തിരിക്കുന്ന കോൺട്രിബ്യൂഷനോടെ കൺസിഡർ ചെയ്യാം. എക്സ് ദൂരത്തിരിക്കുന്ന കോൺട്രിബ്യൂഷൻ എന്താ? +1/4πε0. ഓക്കെ, എക്സ് ദൂരത്തിരിക്കുന്ന എന്താ? 5Qവും Qവും. സോ 5Q²/X, പിന്നെ -2Qവും 5Qവും, അതായത് -10Q²/X, പിന്നെ -3Qവും 5Qവും -15Q²/X +4ഉം 5 20Q²/X. നിങ്ങൾ നോക്കിയേ, ഇത് 20 + 5 25Q²/X -25Q²/X. ഇത് മൊത്തം കൂടെ 0 ആവുക ചെയ്യുന്നത്. നിങ്ങൾ അവിടെ വെച്ച് ടെട്രാഹീഡ്രൽ ജോമെട്രി അറിയില്ല, എക്സ് എത്രയാണെന്ന് അറിയില്ല എന്ന് പറഞ്ഞ് നിങ്ങൾ ഇത് സ്കിപ്പ് ചെയ്തിരുന്നെങ്കിൽ നിങ്ങളുടെ മാർക്ക് വെറുതെ പോയിനെ. കാരണം എക്സ് അറിയേണ്ട ആവശ്യമില്ല, കാരണം ആ ടേമേ 0 ആയി പോവാം. സോ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യുക. അപ്പോൾ നമുക്ക് ഇനിയും ഈ ടേം മാത്രം നോക്കിയാൽ മതി. ഈ ടേം ജസ്റ്റ് ഒന്ന് നോക്കുമ്പോൾ എത്ര വരും? ഇവിടെ ഒരു -2 ഉണ്ട്, -3 ഉണ്ട്. സോ 1/4πε0 കോമൺ ആണ്. Q²/L കോമൺ ആണ്. -2 -3 -5 തരും. 4ഉം 6ഉം കൂടെ 10 തരും. -8ഉം -12 കൂടെ -20 തരും. സോ 10 -20 -10 -15 എന്ന് വരും. സോ ദിസ് ഇസ് -15Q²/4πε0. ഇതായിരിക്കും ഇലക്ട്രോസ്റ്റാറ്റിക് എനർജി. ഓപ്ഷൻ ഏതാന്ന് നോക്കിയേ. ഓപ്ഷൻ വളരെ സിമ്പിൾ ആയിരുന്നു. പക്ഷേ നമ്മൾ പെട്ടെന്ന് ചാടി കയറി അയ്യോ എനിക്ക് ടെട്രാഹൈഡ്രൽ ജോമെട്രി അറിയില്ല എന്ന് പറഞ്ഞ് സ്കിപ്പ് ചെയ്താൽ നമുക്ക് അതിന്റെ മാർക്ക് പോകും. സോ അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ല. ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ. അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ വായിച്ചേ. ഹാഫ് ലൈഫ് ഓഫ് എ റേഡിയോ ആക്റ്റീവ് എലമെന്റ് ഇസ് 2000 hours. അപ്രോക്സിമേറ്റ്ലി ഹൗ മച്ച് ടൈം ഇസ് റിക്വയർഡ് ഫോർ ദ ഡീകേ ഓഫ് 2/3 ഓഫ് ഇറ്റ്സ് ന്യൂക്ലിയർ. വളരെ ഈസി ക്വസ്റ്റ്യൻ ആണ്. വളരെ ഈസി ക്വസ്റ്റ്യൻ, ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്. ഒരു +2 ലെവൽ ക്വസ്റ്റ്യൻ മാത്രമേ ഉള്ളൂ. ഹാഫ് ലൈഫ് തന്നിട്ടുണ്ട്. T½ എന്താണ്? 2000 hours ആണ്. സോ 2/3 ഓഫ് ഇറ്റ്സ് ന്യൂക്ലിയർ. നമുക്ക് ഡീക്കേഡ് ഇക്വേഷൻ അറിയാം. ഡീകേ എങ്ങനെയാണ്? n is equal to n0 e power -λt എന്നുള്ളതാണ് ഡീക്കേഡ് ഇക്വേഷൻ. പക്ഷെ നമുക്ക് ലാംഡ അറിയില്ല. പക്ഷെ നമുക്ക് ലാംഡയും T½ തമ്മിലുള്ള എക്സ്പ്രഷൻ അറിയാം. T½ എന്താണ്? T½ എന്താണ്? 0.693 അല്ലെങ്കിൽ ln 2/λ ആണ്. സോ ലാംഡ എന്ത് വന്നു? 0.693/T½ എന്ന് വന്നു, which is 0.693 divided by 2000. ഇനിയും ചോദിച്ചേക്കുന്നത് എന്താണ്? എത്ര ടൈം എടുക്കും 2/3 ആയിട്ട് ഡീകേ ചെയ്യാൻ? is required for the decay of 2/3 of its nucleus. So 2/3 ആയിട്ട് ഡീകേ ചെയ്യാനല്ല, 2/3 ഡീകേ ചെയ്ത് പോവാൻ. സോ 2/3 ഡീകേ ചെയ്ത് പോയി, അതായത് 2/3 ഡീകേ ആയി. 2/3 ഡീകേ ആയെങ്കിൽ n 2/3 എന്ന് പറയുമ്പോൾ എന്തിന്റെ? ഇനീഷ്യലി ഉള്ളതിന്റെ 2/3, അതായത് 2/3 n0 പോയി. ബാക്കി എത്ര ഉണ്ട്? അപ്പൊ n0 -2/3 n0 ഉള്ളൂ. സോ റിമൈനിങ് എന്താണ്? n0 -2/3 n0, which is n0/3. സോ നമുക്ക് ഇങ്ങോട്ട് n-ന് n0/3 എന്നിട്ട് കൊടുക്കാം. സോ n0/3 is n0 e raised to -λt. സോ n0 ക്യാൻസൽ ആയി. e raised to λt എന്തായി? 3 ആയി. നമുക്ക് ലോഗ് രണ്ട് സൈഡിലും എടുത്താൽ λt എന്തായി? ln 3 ആയി. സോ t എന്തായി? ln 3/λ. ലാംഡ ഓൾറെഡി നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്, which is ln 3/0.693 times 2000. ഇതിൽ നമ്മൾ വാല്യൂ ഇട്ട് കൊടുക്കുമ്പോൾ നമുക്ക് 3169.9 hours എന്ന് കാണിക്കും. approximately 3170 hours. So ഓപ്ഷൻ എ ആണ് നമ്മുടെ ഉത്തരം. വെറും ഫോർമുല സബ്സ്റ്റിറ്റ്യൂഷൻ മാത്രമേ ഉണ്ടായി. ഓക്കെ, നമുക്ക് അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് ലോജിക് സർക്യൂട്ട്സ് എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. സോ XOR ഗേറ്റും ആൻഡ് ഗേറ്റും നാൻഡ് ഗേറ്റും ഒക്കെ കാണുന്നുണ്ട്. സോ നിങ്ങൾ ഇതിന്റെ ട്രൂത്ത് ടേബിൾ മറന്നുപോയെങ്കിൽ, ആരെങ്കിലും മറന്നുപോയവരുണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് ട്രൂത്ത് ടേബിൾ വരച്ചുകൊണ്ട് തുടങ്ങാം. സോ A B
എക്സോർ ചെയ്യുമ്പോൾ എന്ത് കിട്ടും, ആൻഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും, നാൻഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും എന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. 0 0 1 1 0 1 0 1. എക്സോർ ചെയ്യുമ്പോൾ എക്സോർ എന്ന് പറഞ്ഞാൽ എക്സ്ക്ലൂസീവ്ലി ഓർ ആണ്. 0 ഓർ 0 എന്ന് പറഞ്ഞാൽ 0 ആണ്, 1 ഓർ 1 എന്ന് പറഞ്ഞാൽ 0 ആണ്. സോ ഇവിടെ മാത്രം 1 1 ആവും. ആൻഡ് എന്ന് പറഞ്ഞാൽ 0 ആൻഡ് 0 0 0 0 1 ആയിരിക്കും. ഇനി നാൻഡ് എന്ന് പറഞ്ഞാൽ നെഗേഷൻ ഓഫ് ആൻഡ് ആണ്. സോ 1 1 1 0. ഇത് നിങ്ങൾ പഠിക്കുന്ന ടേബിൾ ആണ്. സോ നിങ്ങൾക്ക് ഓൾറെഡി അറിയാവുന്ന കാര്യമാണ്. ട്രൂത്ത് ടേബിൾ നിങ്ങൾ പഠിച്ച കാര്യമാണ്. സോ ജസ്റ്റ് ഇത് ഞാൻ നിങ്ങളുടെ റിവിഷന് വേണ്ടി ഇവിടെ വരച്ചു എന്ന് മാത്രം. സോ ഇത് ഓർത്തിരിക്കും. ഓക്കെ, നമുക്കിനി ഇതിലേക്ക് പോകും. ചോദിച്ചേക്കുന്നത് എന്താണ്, നാൻഡില് 0 ആണ് വന്നേക്കുന്നത്. നാൻഡില് 0 വരുന്ന എപ്പോഴാ, നാൻഡില് 0 വരുന്ന ഇൻപുട്ട് 1 1 ആവുമ്പോഴാണ് നാൻഡില് 0 വരുന്നത്. സോ അപ്പൊ ഇതെന്തായിരിക്കണം, ഇത് 1 ആയിരിക്കണം, ഇതും 1 ആയിരിക്കണം. സോ ഇവിടെ വന്നേക്കുന്ന രണ്ടെണ്ണവും 1 ആയിരിക്കണം. അപ്പൊ ആൻഡില് 1 വരണം. സോ ആൻഡിൽ എന്ത് വരണം, 1 വരണം. ആൻഡില് 1 വരണമെങ്കിൽ ഇൻപുട്ട് രണ്ടും 1 ആയിരിക്കണം. അപ്പൊ ക്യൂ എന്തായിരിക്കണം, 1 ആയിരിക്കണം. ആൻഡിൽ 1 വരണമെങ്കിൽ ഇൻപുട്ട് രണ്ടും 1 ആയിരിക്കണം. ഇനി എക്സോറിൽ 1 വരണം. എക്സോറിൽ 1 വരണമെങ്കിൽ എക്സോറിൽ 1 രണ്ട് കേസ് വരുന്നുണ്ട്. എക്സോറിൽ 1 രണ്ട് കേസ് വരുന്നുണ്ട്. പക്ഷെ ഇവിടെ ഓൾറെഡി ഒരു ഇൻപുട്ട് 1 ആണ്. എക്സോറിൽ 1 വരണമെങ്കിൽ എന്താ, ഒരെണ്ണം 1 ആയാൽ മറ്റത് 0 ആയിരിക്കണം. രണ്ട് കേസിൽ നിങ്ങൾ നോക്കി, എക്സോറിൽ 1 വരുന്ന രണ്ട് കേസിലും ഒരെണ്ണം 1 ആണെങ്കിൽ മറ്റത് 0 ആണ്. സോ പി എന്തായിരിക്കണം, 0 ആയിരിക്കണം. സോ P0 Q1. 1 മിനിറ്റ് നമുക്ക് സോൾവ് ചെയ്യാം. എ ആണ് ഉത്തരം. 1 മിനിറ്റ് സോൾവ് ചെയ്യാം. ജസ്റ്റ് ട്രൂത്ത് ടേബിൾ അറിയുന്ന ഒരാൾക്ക് കണ്ണും അടച്ച് ഉത്തരം എഴുതാൻ പറ്റിയ ക്വസ്റ്റ്യൻ ആണിത്. അപ്പൊ നമുക്കിനി ക്വസ്റ്റ്യൻ നമ്പർ 55ലേക്ക് പോവാം. അത് ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റിനെ പറ്റിയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. സോ നമ്മൾ ക്വസ്റ്റ്യൻ വായിച്ചാല് ഡി ബ്രോയ് വേവ് ലെങ്ത് തന്നിട്ടുണ്ട്. അതിൽ ലാംഡ ബി ആണ്. സോ ലാംഡ ബി ആണ് ഡെബ്രോയ് വേവ് ലെങ്ത്. നമുക്കറിയാം ലാംഡ ബി എസ് പ്ലാങ്ക്സ് കോൺസ്റ്റന്റ് ഡിവൈഡഡ് ബൈ മൊമെന്റം ആണ്. സോ നമുക്കത് മൊമെന്റം കിട്ടി. മൊമെന്റം ഓഫ് ദി എമിറ്റഡ് ഇലക്ട്രോൺ എന്താണ്, എസ് ബൈ ലാംഡ ബി ആണ്. സോ അത് മാത്രമാണ് നമുക്ക് അതിൽ നിന്ന് കിട്ടുന്ന ഇൻഫർമേഷൻ. സോ ക്വസ്റ്റ്യൻ എന്താണ്, ദ എനർജി ഓഫ് ഇൻസിഡന്റ് ഫോട്ടോൺ ഇസ് 5 times ദ വർക്ക് ഫംഗ്ഷൻ. എനർജി ഓഫ് ഇൻസിഡന്റ് ഫോട്ടോൺ നമ്മൾ സാധാരണ എങ്ങനെ എഴുതുന്നത്, ഇ ഇസ് ഈക്വൽ ടു എച്ച് ന്യൂ. ഫോട്ടോൺ ആണ്, എനർജി എച്ച് ന്യൂ ആണ്. ഇതെന്താണ്, 5 times വർക്ക് ഫംഗ്ഷൻ ആണ്. 5 times 5 ആണ് വർക്ക് ഫംഗ്ഷൻ. നമ്മൾ സാധാരണ 5 ആയിട്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്. മറന്നുപോയവർക്ക് വേണ്ടി ഒരു ചെറിയ ഓർമ്മിപ്പിക്കൽ, വർക്ക് ഫംഗ്ഷൻ എന്ന് വെച്ചാൽ എന്താണ്, മിനിമം എനർജി റിക്വയർഡ് ആണ്. മിനിമം എനർജി റിക്വയർഡ് ഫോർ ഫോട്ടോ ഇലക്ട്രിക് എഫക്ട്. സോ അത് 5 ആണ്. സോ 5 times ദ എനർജി, 5 times ദ വർക്ക് ഫംഗ്ഷൻ കൊടുക്കുന്നുണ്ട് ഇലക്ട്രോണിന്. സോ ഇൻസിഡന്റ് ഫോട്ടോണിന്. സോ ഒബ്വിയസ്ലി ഫോട്ടോ ഇലക്ട്രിക് എഫക്ട് നടക്കും. ഇനി ഐൻസ്റ്റീന്റെ തിയറി അനുസരിച്ച് നമ്മൾ ഒരു ഫോട്ടോൺ ഒരു മെറ്റലിലേക്ക് കൊണ്ടിടിക്കുമ്പോൾ അതിന്റെ എനർജിയുടെ ഒരു പാർട്ട് വർക്ക് ഫംഗ്ഷൻ ഓവർകം ചെയ്യാനും ബാക്കി കൈനറ്റിക് എനർജി ആവും. സോ നമ്മൾ ഫോട്ടോൺ 5 എനർജി ഉള്ള ഒരു ഫോട്ടോണിനെ ഒരു മെറ്റലിലേക്ക് കൊണ്ടിടിപ്പിക്കുകയാണ്. അപ്പൊ അതിൽ വർക്ക് ഫംഗ്ഷൻ ഓവർകം ചെയ്യാൻ വേണ്ടി ഇതിൽ 5 യൂസ് ചെയ്യും. സോ 5 എന്തിനു വേണ്ടി പോവും, വർക്ക് ഫംഗ്ഷന് വേണ്ടി പോവും. ബാക്കി ഇതൊരു ഇലക്ട്രോണിനെ പുറപ്പെടുവിക്കും. 5 ഓൾറെഡി വർക്ക് ഫംഗ്ഷൻ ഓവർകം ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ചു. അപ്പൊ ഇലക്ട്രോണിന്റെ കൈനറ്റിക് എനർജി പിന്നെ എന്തായിരിക്കും, 4 ആയിരിക്കും. ഇതാണല്ലോ ഐൻസ്റ്റീന്റെ H ന്യൂ ഇസ് ഈക്വൽ ടു 5 പ്ലസ് കൈനറ്റിക് എനർജി എന്നുള്ള ഇത് വരുന്നു. ഇപ്പൊ ഇവിടെ H ന്യൂ എന്ന് പറഞ്ഞാൽ 5 ആണ്. സോ 5 പ്ലസ് കൈനറ്റിക് എനർജി. സോ നമുക്ക് കൈനറ്റിക് എനർജി കിട്ടി എന്താണ്, 4 ആണ്. ഇനി കൈനറ്റിക് എനർജി എന്ന് പറഞ്ഞാൽ എന്താ, P²/2m അല്ലേ, വിച്ച് ഇസ് 4 പി നമുക്ക് ഓൾറെഡി ഇവിടെ ഉണ്ടല്ലോ, H ബൈ ലാംഡ ബി. സോ അതങ്ങോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ 1/2m H² ലാംഡ ബി സ്ക്വയർ എന്തായി, 4 ആയി. സോ നമുക്ക് 5 ഇവിടുന്ന് കണ്ടുപിടിക്കാം, വിച്ച് ഇസ് H² ഡിവൈഡഡ് ബൈ 8m ലാംഡ ബി സ്ക്വയർ. 5 is equal to H² ഡിവൈഡഡ് ബൈ 8m ലാംഡ ബി സ്ക്വയർ. ഓപ്ഷൻ ഈസി ക്വസ്റ്റ്യൻ ആണ്. അഗെയിൻ വെറും ഫോർമുല സബ്സ്റ്റിറ്റ്യൂഷൻ മാത്രമുള്ള, ഒരുപാട് കോൺസെപ്റ്റ്വലി ടഫ് അല്ലാത്ത ഈസി ക്വസ്റ്റ്യൻ ആയിരുന്നു. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് മൂവ് ചെയ്യാം. ക്വസ്റ്റ്യൻ നമ്പർ 56. An ambulance traveling at a speed 20 meters per second emits a sound of frequency 540 Hz from its siren. Sunanda is driving a car which approaches the ambulance from opposite direction. So car initially ഇവിടെയാണ്, ഇങ്ങോട്ട് പോവുകയാണ്. ആംബുലൻസ് ഇവിടെ ഉണ്ട്, ഇങ്ങോട്ട് വരികയാണ്. സോ
ഇതെങ്ങനെയാണ് പോകുന്നത്? ആംബുലൻസിൽ സൈറൻ ഉണ്ട്, ഒരു സൗണ്ട് ഇവിടെ പോകുന്നുണ്ട്, ഫ്രീക്വൻസി 540 ഹെർട്സ്. ഗുഡ്. ആംബുലൻസ് പോകുന്ന വെലോസിറ്റി 20 മീറ്റർ പെർ സെക്കൻഡ്. സോ വെലോസിറ്റി ഓഫ്, ഇത് സൗണ്ട് പോകുന്നുണ്ട്, സോ ഇതാണ് സോഴ്സ്. സോ വെലോസിറ്റി ഓഫ് സോഴ്സ് 20 മീറ്റർ പെർ സെക്കൻഡ്. കാർ അങ്ങോട്ടേക്ക് പോവുകയാണ്, കാറിന്റെയും സെയിം ഇതാണ് 20 മീറ്റർ പെർ സെക്കൻഡ്. ഓക്കെ, ഗുഡ്. സോ ഇവരെ അപ്രോച്ച് ചെയ്യുകയാണ്. What will be the change in detected frequency as she crosses the ambulance? ആംബുലൻസ് ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എന്തായിരിക്കും സംഭവിക്കുക? ആംബുലൻസ് ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ ആംബുലൻസ് ഇങ്ങോട്ട് പോവും, കാറ് ഇങ്ങോട്ടേക്ക് പോകും അല്ലേ? ആംബുലൻസ് ഡിറ്റക്ട് ചെയ്ത് കഴിഞ്ഞാൽ രണ്ടും ഇങ്ങനെ വരികയാണ്, അത് തമ്മിൽ തിരിഞ്ഞു പോവുകയായിരിക്കും ചെയ്യുക. ഓക്കെ, അപ്പൊ നമുക്കിനി എന്ത് ചെയ്താൽ മതി? ഇത് കാൽക്കുലേറ്റ് ചെയ്യാം. സോ നമുക്കറിയാം ഇതൊരു ക്ലാസിക് ഡോപ്ലർ എഫക്റ്റിന്റെ പ്രോബ്ലം ആണ്. നമുക്ക് വെലോസിറ്റി ഓഫ് സൗണ്ട് തന്നിട്ടുണ്ട്, v is 340. അങ്ങനെയാണെങ്കിൽ ഒബ്സർവ്ഡ് ഫ്രീക്വൻസി എഫ് ഒബ്സർവ്ഡ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഡോപ്ലർ എഫക്റ്റിന്റെ ഫോർമുല എല്ലാവരും പഠിച്ചു വെച്ചിട്ടുണ്ടായിരിക്കും. എഫ് എന്ന് പറഞ്ഞാൽ v പ്ലസ് മൈനസ് വി ഡി ഡിവൈഡഡ് ബൈ v മൈനസ് ഓർ പ്ലസ് വി എസ് എന്നായിരിക്കും. വി ഡി എന്ന് പറഞ്ഞാൽ വെലോസിറ്റി ഓഫ് ഡിറ്റക്ടർ ആണ്, വി എസ് എന്ന് പറഞ്ഞാൽ വെലോസിറ്റി ഓഫ് സോഴ്സ് ആണ്. ഇതെല്ലാവരും പഠിച്ചു വെച്ചേക്കുന്ന ഒരു ഫോർമുല ആയിരിക്കും. സോ നമുക്ക് ഫസ്റ്റ് കേസ്, ഇതിനെ ഞാൻ കേസ് 1 എന്ന് വിളിക്കുന്നു. നമ്മളോട് ചേഞ്ച് ആണല്ലോ ചോദിച്ചേക്കുന്നത്, പാസ് ചെയ്ത് ക്രോസ് ചെയ്ത് കഴിഞ്ഞുള്ള ചേഞ്ച് ആണ്. ക്രോസ് ചെയ്യുന്നതിന് മുമ്പ് കാറും ആംബുലൻസും ഇങ്ങനെ പോവുകയാണ്, ക്രോസ് ചെയ്ത് കഴിഞ്ഞ് ആംബുലൻസ് ഇങ്ങനെ പോകുന്നു, കാർ ഇങ്ങനെ പോകുന്നു. സോ കേസ് 1 നമുക്ക് നോക്കാം. കേസ് 2 ഇവിടെ കിടക്കട്ടെ. കേസ് 1 നോക്കാം. 1 എഫ് ഒബ്സർവ്ഡ് എന്തായിരിക്കും? which will be f. f എന്ന് വെച്ചാൽ 340 times v plus minus vd, v minus or plus vs. v എന്ന് പറഞ്ഞാൽ 340, vd എന്ന് വെച്ചാൽ എത്രയാണ്? വെലോസിറ്റി ഓഫ് കാർ ആണ് ഡിറ്റക്ട് ചെയ്യുന്നത്. സോ 20, 340, 20. ഇനി നോക്കിയേ, അപ്രോച്ച് ചെയ്യുവാണ്. സോ ഫ്രീക്വൻസി കൂടുതലായിട്ട് തോന്നണം, കാരണം കൂടുതൽ അടുത്തേക്ക് വരുവാണ്, കൂടുതൽ വേവ്സ് അടുത്തേക്ക് വരും. സോ കൂടുതൽ ഫ്രീക്വന്റ് ആയിട്ട് തോന്നണം എന്ന് ആലോചിച്ചത്, കൂടുതൽ ഫ്രീക്വന്റ് ആയിട്ട് തോന്നണം. സോ ഫ്രീക്വൻസി കൂടണം. സോ നിങ്ങൾ ഇവിടെ ഒരു പ്ലസ് ആഡ് ചെയ്യുക, ഡിനോമിനേറ്ററിൽ ഒരു മൈനസ് ആഡ് ചെയ്യുക, ഒരു മൈനസ് ആഡ് ചെയ്യുക. ഓക്കെ, സിമിലർലി രണ്ടാമത്തെ കേസ് എന്ത് വരും? എഫ് ഒബ്സർവ്ഡ് എന്ന് പറഞ്ഞാൽ എഫ് ഒബ്സർവ്ഡ്, ഇതിനെ ഞാൻ വേണമെങ്കിൽ 1 എന്ന് വിളിക്കാം, ഇതിനെ എഫ് ഒബ്സർവ്ഡ് 2 എന്ന് വിളിക്കാം. അതാകുമ്പോൾ എന്ത് വരും? ഞാനിവിടെ ഒരു മിസ്റ്റേക്ക് വരുത്തി, ഇവിടെ എഫിന് പകരം ഞാൻ 340 എന്ന് എഴുതി, പക്ഷെ എഫ് എന്താ? 540 അല്ലേ? 540 ആണ്. സോ 540 ടൈംസ് 340 മൈനസ് 20 ഡിവൈഡഡ് ബൈ 340 പ്ലസ് 20 എന്ന് വരും. ഓക്കെ, നമുക്ക് വേണമെങ്കിൽ ജസ്റ്റ് ഇതൊന്ന് എഴുതിയേക്കാം. 540 ടൈംസ് 360 ബൈ 320 ആണിത്. ഇത് 540 ടൈംസ് 320 ബൈ 360 ആണ്. ക്യാൻസൽ ചെയ്യാൻ വേണമെങ്കിൽ നമുക്ക് വേണ്ട ഉത്തരം എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ ഫ്രീക്വൻസി ആണ്. ചേഞ്ച് ഇൻ ഫ്രീക്വൻസി ആണ്, which is f observed 2 minus f observed 1 ആണ്. സോ 540 രണ്ടിലും കോമൺ ആയിരിക്കും. 0 ഇവിടെയും ക്യാൻസൽ ചെയ്തേക്കാം. സോ ദിസ് വിൽ ബി 32 by 36 minus 36 by 32. നിങ്ങൾ ഇതിന്റെ ജസ്റ്റ് അബ്സല്യൂട്ട് വാല്യൂ എടുത്താൽ മതി, ചേഞ്ച് അല്ലേ ചോദിച്ചേക്കുന്നത്. ജസ്റ്റ് അബ്സല്യൂട്ട് വാല്യൂ എടുത്ത് ഉത്തരം എഴുതുക. നിങ്ങൾ ഇതൊരു കാൽക്കുലേറ്ററിലിട്ട് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുക. അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഫൈനൽ ആൻസർ കിട്ടും. ആ ഫൈനൽ ആൻസർ വിൽ കം സംതിങ് അറൌണ്ട് 127.5 ഹെർട്സ്. നിങ്ങളിത് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് 127.5 ഹെർട്സ് എന്ന് കിട്ടുമായിരിക്കും. ജസ്റ്റ് ഒരു കാൽക്കുലേറ്റർ ഇട്ട് കാൽക്കുലേറ്റ് ചെയ്യാം. ഓപ്ഷൻ എ ഇസ് റൈറ്റ് ആൻസർ. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് മൂവ് ചെയ്യാം. വേവ് ഒപ്റ്റിക്സ് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. കൺസിഡർ യങ്സ് ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെന്റ്. സോ YDSC എന്ന് വന്നേക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. വിത്ത് എ മോണോക്രോമാറ്റിക് ലൈറ്റ് ഓഫ് വേവ് ലെങ്ത് 600 നാനോമീറ്റേഴ്സ്. സോ ലാംഡ is 600 നാനോമീറ്റേഴ്സ്.
The intensity of light is I naught at the point on the screen where the path difference is 600 nanometers. Okay. Yeah, obviously path difference ലാംഡയാണ്. പാത്ത് ഡിഫറൻസ് ലാംഡ, ഡെൽറ്റ എക്സ് എന്ന് പറയുന്നത് ലാംഡ ആകുകയാണെങ്കിൽ നമുക്കറിയാം ഫേസ് ഡിഫറൻസിന്റെ പാത്ത് ഡിഫറൻസിന്റെ റിലേഷൻ എന്താണ്? 2π ലാംഡ ഡെൽറ്റ എക്സ്. സോ ഇതെന്ന് പറഞ്ഞാൽ ഡെൽറ്റ എക്സ് ലാംഡ ആയാൽ ഡെൽറ്റ ഫൈ 2π ആവും. അപ്പോൾ ഡെൽറ്റ ഫൈ 2π ആയാൽ നമുക്കറിയാം എന്തായാലും കൺസ്ട്രക്റ്റീവ് ഇന്റർഫറൻസ് നടക്കുമെന്നും ഇന്റൻസിറ്റി മാക്സിമം ആയിരിക്കുമെന്നും ഇന്റൻസിറ്റി I നോട്ട് ആയിരിക്കുമെന്നും നമുക്കറിയാം. സോ ഇന്റൻസിറ്റി ഇസ് I നോട്ട്. വാട്ട് വുഡ് ബി ദ ഇന്റൻസിറ്റി അറ്റ് എ പോയിന്റ് വേർ ദ പാത്ത് ഡിഫറൻസ് ഇസ് 100 നാനോമീറ്റേഴ്സ്. ഓക്കെ, പാത്ത് ഡിഫറൻസ് മാറ്റി ചോദിച്ചിരിക്കുകയാണ്. അപ്പൊ നിങ്ങൾ ആദ്യം അറിയേണ്ട കാര്യം ഇന്റൻസിറ്റി ഇസ് പ്രൊപ്പോർഷണൽ ടു കോസ് സ്ക്വയർ ഓഫ് ഡെൽറ്റ ഫൈ ബൈ 2, ഫേസ് ഡിഫറൻസ് ബൈ 2. ഇത് ഒരു സ്റ്റാൻഡേർഡ് റിലേഷൻ ആണ്. നമ്മൾ ആംപ്ലിറ്റ്യൂഡിൽ നിന്ന് ഈ റിലേഷൻ കണ്ടുപിടിച്ച് ആംപ്ലിറ്റ്യൂഡ് സ്ക്വയർ ചെയ്ത് ഇന്റൻസിറ്റിയിൽ എത്തുന്ന ഒരു റിലേഷൻ ആണ്. സോ നിങ്ങൾ ഇത് ഓർത്ത് വെക്കുക. ഇത് ഓർത്ത് വെച്ചാൽ നമുക്ക് സുഖമായിട്ട് ചെയ്യാം. സോ I is proportional to cos square delta phi by 2. സോ നമുക്ക് I by I നോട്ട് എന്ന് പറയുമ്പോൾ ഞാൻ റേഷ്യോ എടുത്താൽ ഇത് cos square ഓഫ് ഡെൽറ്റ ഫൈ ബൈ 2. ഡെൽറ്റ ഫൈ ബൈ 2 എന്ന് പറയുമ്പോൾ നമുക്ക് പാത്ത് ഡിഫറൻസ് ആണ് തന്നിരിക്കുന്നത്. I ആകുമ്പോൾ ഉള്ള പാത്ത് ഡിഫറൻസ് 100 ആണ്. സോ 2π by ലാംഡ ടൈംസ് 100 എന്നാണ് തന്നിരിക്കുന്നത്. ഇവിടെ 100 എന്നാണ് തന്നിരിക്കുന്നത്. അതേസമയം I നോട്ടിനകത്ത് തന്നിരിക്കുന്നത് 600 ആണ്. സോ കോസ് സ്ക്വയർ ഓഫ് 1/2 ടൈംസ് 2π by ലാംഡ ടൈംസ് 600. ഇനി ലാംഡയ്ക്ക് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. ലാംഡയ്ക്ക് ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ എനിക്ക് എന്ത് കിട്ടും? ലാംഡയ്ക്ക് ഞാൻ അവിടെ രണ്ടിടത്തും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ ദാറ്റ് വിൽ ബി 600. ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ 600 ക്യാൻസൽസ്. സോ എനിക്ക് ഇവിടെ ഡിനോമിനേറ്റർ കോസ് സ്ക്വയർ പൈ 1 എന്ന് വരും. ഇത് കോസ് സ്ക്വയർ ഓഫ് പൈ ബൈ 6 എന്ന് വരും. പൈ ബൈ 6 എന്ന് പറഞ്ഞാൽ 30 ഡിഗ്രി, കോസ് 30 √3/2. സോ ഇത് 3/4 എന്ന് വരും. സോ I എന്തായി? 3/4 I നോട്ട്. ഇത്രയും കിട്ടി. നിങ്ങൾക്ക് ജസ്റ്റ് ഈ എക്സ്പ്രഷൻ മാത്രം ഓർമ്മയുണ്ടെങ്കിൽ, ആംപ്ലിറ്റ്യൂഡിൽ നിന്ന് വരുന്ന നമ്മൾ ഇന്റർഫറൻസിൽ ഫസ്റ്റ് പഠിക്കുന്ന ഒരു ഇക്വേഷൻ ആണത്. ആ ഇക്വേഷൻ മാത്രം ഓർമ്മയുണ്ടെങ്കിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റൻ ആയിരുന്നു ഇത്. സോ ഓപ്ഷൻ എ 3/4 I നോട്ട് ഇസ് ദ ആൻസർ. ഓക്കെ, സോ അപ്പൊ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് മൂവ് ചെയ്യാം. ഒരു ഫെയർലി സിമ്പിൾ ക്വസ്റ്റൻ ആണ്. കൺസിഡർ എ മിക്സർ ഓഫ് ഓക്സിജൻ ആൻഡ് നൈട്രജൻ ഗ്യാസ് അറ്റ് ടെമ്പറേച്ചർ 27°C. നോക്കുക, രണ്ട് ഗ്യാസും സെയിം ടെമ്പറേച്ചറിൽ ഫിക്സ് ചെയ്തേക്കാണ്. സോ RMS സ്പീഡിനെ പറ്റി, ആവറേജ് കൈനറ്റിക് എനർജിനെ പറ്റിയാണ് ക്വസ്റ്റ്യൻ. സോ നമ്മളൊരു ടെമ്പറേച്ചർ ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ കൈനറ്റിക് എനർജി ഫിക്സ് ആയി കഴിഞ്ഞു. കാരണം രണ്ടും ഡയറ്റോമിക് ആണ്. നോക്കുക, ഓക്സിജനും നൈട്രജനും രണ്ടും ഡയറ്റോമിക് ആണ്. സോ ഞാൻ ഒരു ടെമ്പറേച്ചർ ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ആ ആവറേജ് കൈനറ്റിക് എനർജി എന്ന് പറഞ്ഞാൽ ടെമ്പറേച്ചറിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു സാധനമാണ്. സോ ടെമ്പറേച്ചർ ഫിക്സ് ചെയ്താൽ കൈനറ്റിക് എനർജി ഫിക്സ് ആയി. സോ ഓക്സിജൻ ആണോ നൈട്രജൻ ആണോ എന്നൊരു വ്യത്യാസവും ഇല്ല, സെയിം ആയിരിക്കും. സോ ഇത് ഇക്വാലിറ്റി ആയിരുന്നു ശരിക്കും വരേണ്ടത്. പക്ഷേ ചെറുതാൻ ഒരു ഈക്വൽ ടു വന്നുകൊണ്ട് ഈ രണ്ട് ഓപ്ഷനും തെറ്റാണെന്ന് ഇമീഡിയറ്റ്ലി പറയാം. ഇനി RMS സ്പീഡ് മാത്രം നോക്കിയാൽ മതി. നമ്മൾ കൈനറ്റിക് തിയറി പഠിച്ച ഒരു റിലേഷൻ ആണ്. VRMS ഇസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് മോളാർ മാസ്. ഇനി മോളാർ മാസ് ഓഫ് N2 എത്ര? നൈട്രജന്റെ അറ്റോമിക് മാസ് എത്ര? 14. അപ്പൊ മോളാർ മാസ് ഓഫ് N2 28. അപ്പൊ മോളാർ മാസ് ഓഫ് O2 16 ആണ് ഓക്സിജന്റെ അറ്റോമിക് മാസ്. അപ്പം O2 ആകുമ്പോൾ 32. നോക്കുക, O2-നാണ് ഹയർ മോളാർ മാസ്. ഇനി മോളാർ മാസ് കൂടുമ്പോൾ VRMS കുറയണം, ഇൻവേഴ്സ് റിലേഷൻ ആണ്. സോ ഓക്സിജൻ ആയിരിക്കണം കുറവ്, VRMS ഉണ്ടാകേണ്ടത്. മോളാർ മാസ് കൂടുമ്പോൾ RMS സ്പീഡ് കുറയുന്നു. സോ RMS O2 എന്തായിരിക്കണം? ലെസ് ദാൻ RMS N2 ആയിരിക്കണം. സോ ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ. വളരെ സിമ്പിൾ ആണ്. ജസ്റ്റ് ആ കോൺസെപ്റ്റ് അറിയാമെങ്കിൽ ഒരു ഇക്വേഷനും ഇല്ല, ഒരു സോൾവിംഗും ഇല്ല. കോൺസെപ്റ്റ് അറിയാമെങ്കിൽ അപ്പൊ തന്നെ ഉത്തരം എഴുതാം. യെസ്, നമ്മളിപ്പോ നമ്മുടെ സെക്കൻഡ് ലാസ്റ്റ് ക്വസ്റ്റ്യനിൽ എത്തിക്കഴിഞ്ഞു. സോ നമുക്ക് നോക്കാം. ടു ഐഡന്റിക്കൽ ഒബ്ജക്ട്സ് A and B are at initial temperature TA and TB respectively, TA greater than TB. The specific heat capacity of these objects increases with temperature. Yes, ഇതൊരു വളരെ ഇമ്പോർട്ടൻറ്റ് സ്റ്റേറ്റ്മെന്റ് ആണ്. നമുക്ക് ഈ സ്റ്റേറ്റ്മെന്റ് ആദ്യം ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കും. ഓക്കെ, സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ പെട്ടെന്ന് വരുന്ന ഒരു ഇക്വേഷൻ എന്താ? Q is equal to MC delta T. അതായത് ഒരു ഡെൽറ്റ ടി ടെമ്പറേച്ചർ റൈസ് ചെയ്യാൻ
എത്ര ഹീറ്റ് എനർജി കൊടുക്കണം എന്നുള്ളത് തീരുമാനിക്കുന്ന സി ആണ് സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി. സോ അത് ടെമ്പറേച്ചർ വെച്ച് റൈസ് ചെയ്യുമെന്നാണ് പറഞ്ഞേക്കുന്നത്. ടെമ്പറേച്ചർ വെച്ച് റൈസ് ചെയ്യും. അതായത് ഞാനിപ്പോൾ റൂം ടെമ്പറേച്ചറിൽ എനിക്ക് 1 ഡിഗ്രി സെൽഷ്യസ് കൂട്ടണമെന്നിരിക്കട്ടെ. എനിക്ക് റൂം ടെമ്പറേച്ചർ 1 ഡിഗ്രി സെൽഷ്യസ് കൂട്ടാൻ ഞാൻ എത്ര ഹീറ്റ് കൊടുക്കണോ, ആ ക്യൂ എന്ന് പറയുന്നത് ഇസ് പ്രൊപ്പോർഷണൽ ടു സി. നിങ്ങൾക്ക് ഈ റിലേഷനിൽ ഇത് കാണാം. സോ ടെമ്പറേച്ചർ കൂട്ടുമ്പോൾ സി കൂട്ടും. അതായത് ടെമ്പറേച്ചർ കൂട്ടി റൂം ടെമ്പറേച്ചറിൽ ഇപ്പം ഞാൻ 1 കെൽവിൻ കൂട്ടാൻ 1 ജൂൾ കൊടുത്തെന്ന് പറഞ്ഞിരിക്കട്ടെ. പക്ഷെ ഞാനത് ഒരു 60 ഡിഗ്രി സെൽഷ്യസിലേക്ക് പോകുമ്പോൾ റൂം ടെമ്പറേച്ചറിനെക്കാട്ടിലും മുകളിൽ പോകുമ്പോൾ സ്പെസിഫിക് ഹീറ്റ് കൂടി. അപ്പൊ ഞാൻ കൊടുക്കേണ്ട ക്യൂ കൂടും. അപ്പൊ 60 ഡിഗ്രിയിൽ ഞാൻ 1 ഡിഗ്രി ഒന്ന് ഇൻക്രീസ് ചെയ്യണമെങ്കിൽ ഞാൻ ഇവിടെ കൊടുത്തത് 1 ജൂൾ ആണെങ്കിൽ അവിടെ എത്ര കൊടുക്കേണ്ടി വരും? 1 ജൂളിലും കൂടുതൽ കൊടുക്കേണ്ടി വരും. ഇത് ഇമ്പോർട്ടന്റ് ആയിട്ട് മനസ്സിലാക്കണം. എന്താ മനസ്സിലാക്കേണ്ടത്? സ്പെസിഫിക് ഹീറ്റ് ടെമ്പറേച്ചർ കൂടുമ്പോൾ കൂടുന്നുണ്ട്. സോ ഹയർ ടെമ്പറേച്ചർ ആകുമ്പം ഈവൻ ഒരു ചെറിയ ടെമ്പറേച്ചർ ഇൻക്രീസിന് വേണ്ടി പോലും ഞാൻ ഒരു ലാർജ് എമൗണ്ട് ഓഫ് ഹീറ്റ് കൊടുക്കേണ്ടി വരും. സോ ഇനീഷ്യലി നിങ്ങൾ നോക്കി, ഇനീഷ്യലി എന്താ പറഞ്ഞേക്കുന്നത്? ടി എ ഈസ് ഗ്രേറ്റർ ദാൻ ടി ബി. ടി എ ഈസ് ഗ്രേറ്റർ ദാൻ ടി ബി. സോ ടി ബി ഇവിടാണ്, ടി എ ഇവിടാണ്. സോ ടി എ ടി ബി ഇവിടാണ്, ടി എ ഗ്രേറ്റർ ദാൻ ടി ബി ആണ്. സോ ടി എക്കാണ് എ ഒബ്ജക്റ്റിനാണ് ഇപ്പൊ സ്പെസിഫിക് ഹീറ്റ് കൂടുതൽ. അതിന്റെ ടെമ്പറേച്ചർ മാറ്റാൻ ഒരുപാട് ഹീറ്റ് കൊടുക്കേണ്ടി വരും. സോ എന്ത് പറ്റുമെന്ന് വെച്ചാൽ ടി എയുടെ ടെമ്പറേച്ചർ ഇനി കൂട്ടാൻ ഒരുപാട് ഹീറ്റ് കൊടുക്കേണ്ടി വരും. ടി ബിയുടെ ആണെങ്കിൽ കുറച്ച് കൊടുത്താൽ മതി. കാരണം ബിക്ക് ചെറിയ ടെമ്പറേച്ചറിലാണ്. സോ കുറച്ച് ഹീറ്റ് കൊടുത്താൽ മതി. ക്യൂ പ്രൊപ്പോർഷണൽ ടു സി. ഇതാണ് ഇതിന്റെ ഐഡിയ. ഇതിൽ മാത്തമാറ്റിക്കലി നമുക്ക് ചെയ്യാനൊന്നുമില്ല, നമുക്ക് ലോജിക്കലി ആർഗ്യൂ ചെയ്യാനാണുള്ളത്. സപ്പോസ് ടി എയുടെ ടെമ്പറേച്ചർ ഇച്ചിരി കുറഞ്ഞു, 1 കെൽവിൻ കുറഞ്ഞെന്നിരിക്കട്ടെ, ടി എ -1 കുറഞ്ഞു. അപ്പൊ കുറെ ഹീറ്റ് പുറത്തോട്ട് പോയല്ലോ. ഇതങ്ങ് ബി എടുക്കും. നൗ ബി ഒരു ലോവർ ടെമ്പറേച്ചറിലായിരിക്കുന്നത്. ബി നല്ലപോലെ കൂടും. ബി നല്ലപോലെ കൂടി ടി ബി +2 അങ്ങ് ചിലപ്പോൾ എത്തും. 2 ആയിരിക്കണമെന്നില്ല, പക്ഷെ 1 കൂടുതൽ വരും. എ പിന്നെയും കുറച്ചുകൂടെ കുറയും. പക്ഷെ എക്ക് മാറാൻ മടിയാ. കാരണം എ ഒരു ലാർജർ ടെമ്പറേച്ചറിലാണ്, സ്പെസിഫിക് ഹീറ്റ് കൂടുതലാണ്. അതായത് കൂടുതൽ ഹീറ്റ് വേണം അതിനെന്തേലും ചെയ്യാൻ. അപ്പം എക്ക് മടിയാ. എ പെതുക്കെ മൂവ് ചെയ്യൂ. അതേസമയം ബി പെട്ടെന്ന് മൂവ് ചെയ്യും. സോ ഇതിന്റെ മിഡ് പോയിന്റ്, ഇതിന്റെ എക്സാക്ട് മിഡ് പോയിന്റ് എങ്ങനെ എവിടെ കിടക്കുക? എക്സാക്ട് മിഡ് പോയിന്റ് ടി എ +ടി ബി /2 കിടക്കുക. പക്ഷെ ബി എന്ന് പറയുന്നത് ഫാസ്റ്റ് ആയിട്ട് മൂവ് ചെയ്യും. കാരണം നമ്മൾ ലോവർ ബിയിലാണ് തുടങ്ങുന്നത്. സോ ബി ഫാസ്റ്റ് ആയിട്ട് മൂവ് ചെയ്ത് ഈ മിഡ് പോയിന്റ് അങ്ങ് ക്രോസ് ചെയ്യും. എ പക്ഷെ മിഡ് പോയിന്റ് ക്രോസ് ചെയ്യാൻ പറ്റില്ല. മിഡ് പോയിന്റ് അടുത്ത് വരെ വരുമായിരിക്കും. സോ ഫൈനലി വന്ന് ഇക്വിലിബ്രിയത്തിൽ അടിയുന്ന ഈ ടെമ്പറേച്ചർ വിൽ ബി ഗ്രേറ്റർ ദാൻ ടി എ +ടി ബി /2. ഇത് നമുക്ക് മാത്ത് എഴുതി ഒരുപാട് പ്രൂവ് ചെയ്യാനൊന്നുമില്ല. ജസ്റ്റ് ലോജിക്കലി ഇത് കൺവിൻസ് ചെയ്യാന്നുള്ളതേ ഉള്ളൂ. നിങ്ങൾ ലോജിക്കലി ചിന്തിച്ച് ഈ ഒരു ഫാക്ടർ ചിന്തിച്ച് ലോജിക്കലി എ ഓപ്ഷൻ കൺക്ലൂഡ് ചെയ്യുക എന്നുള്ളതേ ഉള്ളൂ ഈ ക്വസ്റ്റ്യനിൽ. നൗ ഫൈനലി നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ഈ സെറ്റിലെ ലാസ്റ്റ് ക്വസ്റ്റ്യനിൽ എത്തിയിരിക്കുകയാണ്. അത് ഈ പേപ്പറിലെ തന്നെ ഏറ്റവും ഈസിയസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് എക്സ്പ്രഷൻ ഹാസ് എ ഡയമെൻഷൻ ഓഫ് ഇലക്ട്രിക്കൽ റെസിസ്റ്റൻസ്? സോ ജസ്റ്റ് ഒരു ഡയമെൻഷൻ അനാലിസിന്റെ ക്വസ്റ്റ്യൻ ആണ്. ഞാനത് എന്റെ രീതിയിൽ ചെയ്യാം, നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചെയ്യാം. ഒരുപാട് രീതികളുണ്ട് ഇത് ചെയ്യാൻ. റെസിസ്റ്റൻസ് എന്താടാ? ഓംസ് ലോ വെച്ച് V/I ആണ്. ഞാൻ വിനെ അതിനെയൊക്കെ പ്ലാങ്ക്സ് കോൺസ്റ്റന്റിലേക്കും ഇലക്ട്രിക് ചാർജിലേക്കും കണക്ട് ചെയ്യാൻ നോക്കുകയാണ്. വി എന്ന് പറഞ്ഞാൽ എന്താ? വർക്ക് ഡൺ പെർ യൂണിറ്റ് ചാർജ് ഡിവൈഡഡ് ബൈ കറണ്ട് എന്താ? Q/T. ഇനി വർക്ക് ഡൺ എനിക്ക് എനർജി ആയിട്ട് കണക്ട് ചെയ്യണം, പ്ലാങ്ക്സ് കോൺസ്റ്റന്റുമായിട്ട് കണക്ട് ചെയ്യാൻ. സോ വർക്ക് ഡൺ എന്ന് പറഞ്ഞാൽ എനർജിയുടെ സെയിം ഡയമെൻഷൻ ആണ്. സോ എനർജി എന്ന് ഞാൻ എഴുതും. Q എന്ന് പറഞ്ഞാൽ ഈ ഇലക്ട്രിക് ചാർജ് എന്ന് ഞാൻ എഴുതും. ഞാൻ ഡയമെൻഷൻ മാത്രമാണ് നോക്കുന്നത്. ഇവിടെ ഞാൻ E എന്ന് എഴുതും. 1/T എന്താ? ഫ്രീക്വൻസി അല്ലേ? ഫ്രീക്വൻസിയുടെ ഡയമെൻഷൻ അല്ലേ 1/T എന്ന് പറഞ്ഞാൽ. സോ ഞാൻ ഇതിനെ ഫ്രീക്വൻസി എന്ന് എഴുതും. സോ എനർജി ഞാൻ പ്ലാങ്ക്സ് കോൺസ്റ്റന്റുമായിട്ട് കണക്ട് ചെയ്യാൻ തന്നെ hν എന്ന് എഴുതും, ഡിവൈഡഡ് ബൈ E². സോ ന്യൂ ക്യാൻസൽ, h/E² എന്ന് കിട്ടും. സോ ഓപ്ഷൻ എ ആണ് ഉത്തരം. അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിന്റെ ഫുൾ ഡിമെൻഷൻ എഴുതി ചെയ്യാം, പക്ഷെ അത് ഒരുപാട് നേരം എടുക്കും. പക്ഷെ നിങ്ങൾ ഇങ്ങനെ ഒന്ന് കുറച്ച് ബ്രില്യൻ്റ് ആയി ഒന്ന് കമ്പയർ ചെയ്താൽ നിങ്ങൾക്ക് പെട്ടെന്ന് h/E² എത്താൻ പറ്റും. ഇതാണ് നമ്മൾ ഈ പ്ലാറ്റ്ഫോമിലൂടെ നിങ്ങളെ പ്രാപ്തരാക്കാൻ നോക്കുന്നതും. ഈ ഒരു 15 ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ ഈ ടോട്ടൽ പേപ്പറിലുള്ള 60 ക്വസ്റ്റ്യൻ എങ്ങനെ ഈ സമയത്തിനുള്ളിൽ കൃത്യമായി ചെയ്ത് തീർക്കാം, ഒരുപാട് ലോങ് വഴികളിലേക്ക് പോവാതെ ഷോർട്ടായി എത്രയും പെട്ടെന്ന് എങ്ങനെ ചെയ്ത് തീർക്കാം എന്നുള്ളതാണ്. ഇപ്പൊ ഫിസിക്സ് ആണ് നമ്മൾ ഇത്രയും നേരം ചെയ്തത്, എന്നിട്ട് നമുക്ക് ഇത്രയും പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയെന്ന് നിങ്ങൾ ആലോചിക്കണം. ഫിസിക്സ് ഒരുപാട് സമയം എടുക്കുമെന്ന് മിക്കവരും പറയുന്നതാണ്, പക്ഷെ നമുക്ക് പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റി. സോ ഇതിനു വേണ്ടി തന്നെയാണ്
രീതിയിലാണ് നമ്മൾ ട്രെയിൻ ചെയ്യുന്നതും ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യുന്നതും. ഇപ്പം ചിലർക്കെങ്കിലും തോന്നാം, സർ ഈ 15 ക്വസ്റ്റ്യൻ ചെയ്തെന്ന് പറഞ്ഞ് എല്ലാം ഐസർ റെഡിയായി കിട്ടില്ലല്ലോ, എനിക്ക് ക്വാളിഫൈ ചെയ്യാൻ പറ്റിയെന്ന് വരില്ലല്ലോ, ഒരുപാട് ചാപ്റ്റർ കവർ ചെയ്യാനുണ്ട്. അങ്ങനെ തോന്നുന്നവർക്ക് ക്രിസ്പർ ലേണിംഗിന്റെ തന്നെ ഒരു ക്രാഷ് കോഴ്സ് അവൈലബിൾ ആണ്. അതിൽ നിങ്ങൾ രജിസ്റ്റർ ചെയ്താൽ നിങ്ങൾക്ക് അതിന്റെ മെന്റർഷിപ്പ്, മോക്ക് ടെസ്റ്റ്, ഇതുപോലത്തെ എല്ലാ ചാപ്റ്ററിന്റെയും ക്ലാസ്സുകൾ, ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എല്ലാം നിങ്ങളിലേക്ക് എത്തും. നിങ്ങൾക്ക് ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഒരു ഫുൾ സ്ട്രക്ചേർഡ് രീതിയിൽ പഠിക്കാനാണ് ആഗ്രഹമെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ക്രാഷ് കോഴ്സിന്റെ ലിങ്ക് ഉണ്ട്. നിങ്ങളത് പോയി ചെക്കൗട്ട് ചെയ്യുക, ഉറപ്പായും രജിസ്റ്റർ ചെയ്യുക എന്ന് ഞാൻ പറയും. അതിലൂടെ നിങ്ങൾക്ക് ഒരു സ്ട്രക്ചേർഡ് രീതിയിൽ ഇത് ഫുള്ള് നിങ്ങളിലേക്ക് എത്തും. നമുക്ക് ഈ ഒരു PYQ സോൾവിങ് സീരീസിലൂടെ ഉറപ്പായും ഇതൊക്കെ ചെയ്ത് നിങ്ങളെ ക്വസ്റ്റ്യൻസ് കാണിച്ചു തരാൻ പറ്റും. പക്ഷെ എങ്ങനെ ക്വസ്റ്റ്യൻസിനെ അപ്രോച്ച് ചെയ്യണം, ചാപ്റ്റേഴ്സ് എങ്ങനെ പഠിക്കണം, നിങ്ങളെ മെന്റർ ചെയ്യാൻ ഒരാൾ, അതൊക്കെ നിങ്ങൾക്ക് ആ ക്രാഷ് കോഴ്സ് പ്രോഗ്രാമിലൂടെ കിട്ടും. സോ നാളെ ഒരു സയന്റിസ്റ്റ് ആവണമെന്നുള്ള ആഗ്രഹമുള്ള കുട്ടികളാണ് ഇത് കാണുന്ന മിക്കവരും എന്ന് എനിക്കറിയാം. നിങ്ങൾ അങ്ങനെ ആവട്ടെ എന്ന് തന്നെ ഞാൻ ആശംസിക്കുന്നു. അങ്ങനെ ആഗ്രഹിക്കുന്ന എല്ലാവരും തന്നെ ഉറപ്പായും ആ ക്രാഷ് കോഴ്സ് പ്രോഗ്രാം ചെക്കൗട്ട് ചെയ്യുക. നിങ്ങൾ വർക്കിംഗ് ആണെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും അതിനെ എൻറോൾ ചെയ്യുക എന്ന് ഞാൻ പറയും. സോ നിങ്ങളെയൊക്കെ ആ ക്രാഷ് കോഴ്സ് പ്രോഗ്രാമിലും ഞാൻ കാണും. ഞാൻ അവിടെ പഠിപ്പിക്കുമ്പോൾ നിങ്ങളെല്ലാവരെയും കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇന്ന് ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലായെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. എന്തെങ്കിലുമൊക്കെ സംശയം ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുക, ഞാൻ റിപ്ലൈ ചെയ്യാം. സോ ദാറ്റ്സ് ഓൾ. എല്ലാം നമ്മൾ 2021 ഫിസിക്സിലെ എല്ലാ ക്വസ്റ്റ്യൻസും നോക്കി അത്യാവശ്യം എല്ലാം എക്സ്പ്ലെയിൻ ചെയ്തു. അത്യാവശ്യം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് തോന്നുന്നു. നമ്മൾ കുറച്ച് കോർ കോൺസെപ്റ്റ്സ് എല്ലാം റിവൈസ് ചെയ്തു. സോ എനിവേ നന്നായി പഠിക്കുക. ഇനി നമുക്ക് കുറച്ച് മാസങ്ങളിലൂടെ ഉണ്ട് എക്സാമിന്. അതുവരെ എല്ലാവരും നന്നായി പഠിക്കുക. ഫോക്കസ് ചെയ്താൽ ഉറപ്പായിട്ടും ക്രാക്ക് ചെയ്യാൻ പറ്റും. ധൈര്യമായിട്ടിരിക്കുക. മോക്ക് ടെസ്റ്റുകൾ എഴുതുക. ക്രിസ്പറിന്റെ തന്നെ മോക്ക് ടെസ്റ്റ് സീരീസും ഉണ്ട്. സോ മോക്ക് ടെസ്റ്റുകൾ എഴുതുക. നല്ലപോലെ പ്രിപ്പയർ ചെയ്യുക. എല്ലാവരെയും നിങ്ങളെയും ഐസറുകളിലും നൈസറിലും ഒക്കെ കാണാൻ പറ്റുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഓൾ ദ വെരി ബെസ്റ്റ് ഗൈസ്.